തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണാമാമി ഹരിപ്രിയേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരി ഓം തത്സത്. വാഞ്ചകൽപതരൂഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദയ്ക്ക് ജയ്. ഹരേ കൃഷ്ണ. നമ്മള് ശ്രീമദ് ഭഗവത്ഗീതയുടെ ഓവർവ്യൂ ആണ്. അതായത് ഭഗവത്ഗീത എങ്ങനെയാണ് നമ്മുടെ വീക്ഷണത്തിലൂടെ നമ്മൾ ഭഗവത്ഗീതയെ മനസ്സിലാക്കേണ്ടത്, ഭഗവത്ഗീത പഠിക്കുന്നതിന് മുൻപായിട്ട് അതിലെ എന്തൊക്കെയാണ് അതിൻ്റെ അന്തസത്തകൾ, അതിലെന്തൊക്കെയാണ് ഭഗവാന്റെ നിർദ്ദേശങ്ങൾ, അർജുനന്റെ മനോഭാവം എന്തായിരുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പകുതിയോളം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഇപ്പൊ നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് ഭഗവാൻ ആരാണ്, ജീവാത്മാവ് ആരാണ്, പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ്, അതുപോലെ ഈ പരമാത്മാവെന്ന് പറയുന്നത് അതാണ് പരമപുരുഷൻ, പരമദിവ്യോത്തമ പുരുഷൻ. അതുപോലെ ഭഗവത്ഗീതയിൽ നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ പുരുഷൻ, പ്രകൃതി, ജീവാത്മാവ്, കാലം, കർമ്മം. ജീവാത്മാവും പരമാത്മാവും പ്രകൃതിയും കാലവും ശാശ്വതമാണ് ഒരു പരിധിവരെ. എല്ലാവരും ആൾമോസ്റ്റ്, പ്രകൃതി ആയാലും അതും ശാശ്വതമാണ്. ഭഗവാന്റെ ശക്തികളാണ് ഇതെല്ലാം. പക്ഷേ കർമ്മം എന്ന് പറയുന്നത് ചേഞ്ച് ആകാം. ഇപ്പൊ നമ്മളൊരു സാധാരണ ഒരു കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി നമ്മളൊരു മനുഷ്യ ജന്മം എടുത്താലും നമ്മൾ കൃഷ്ണാവബോധത്തിൽ വരുന്നത് വഴി ആ കർമ്മത്തെ നമുക്ക് മാറ്റിയെടുക്കും. അപ്പൊ അതുകൊണ്ടാണ് അത് ശാശ്വതമല്ല എന്ന് പറയുന്നത്. ഇപ്പം കർമ്മം എന്ന് പറയുന്നത് നശ്വരമാണ്. പിന്നെ ഭഗവാൻ പറയുന്നുണ്ട്, മയ അധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം. ഈ ഭൗതിക ലോകം എൻ്റെ അധ്യക്ഷതയിലാണ് പ്രവർത്തിക്കുന്നത്, പ്രകൃതിയായാലും ചരാചരങ്ങളാലും എല്ലാം. അപ്പം നമ്മൾ മലിനമായിട്ടുള്ള മലിനമായിട്ടുള്ള പ്രജ്ഞയിൽ നിന്ന് നമ്മൾ എന്ത് വേണം, ആത്മീയമായിട്ടുള്ള പ്രജ്ഞയിലേക്ക് ഉയർന്നു വരണം. അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതം കൊണ്ട് യാതൊരു ലക്ഷ്യവുമില്ല. അപ്പൊ നമ്മള് ശുദ്ധീകരിക്കണം. ക്ലിയർ ആണോ? വോയിസ് ക്ലിയർ ആണോ? ഹരേ കൃഷ്ണ മാതാജി, ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ. അപ്പം നമ്മുടെ
ഇപ്പൊ നമുക്ക് ഭൗതിക ലോകത്തിൽ നമുക്ക് കർമ്മങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്ന് നിർത്തി വെക്കണമെന്നല്ല, നമ്മൾ അതൊക്കെ ശുദ്ധീകരിച്ച് പരിശുദ്ധീകരിച്ച് അതാണ് ആത്മീയവൽക്കരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്നാൽ മാത്രമേ നമുക്ക് പരിശുദ്ധമായ പ്രവൃത്തികളെ എന്നാൽ മാത്രമേ നമുക്ക് ഭക്തി എന്ന് പറയാൻ പറ്റുള്ളൂ. പലരും ഭക്തി എന്ന് പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറയുന്നത് പരിശുദ്ധമാക്കപ്പെട്ട പ്രവൃത്തിയെയാണ്. പിന്നെ നമ്മൾ ബദ്ധരാണ് ഈ ഭൗതിക ലോകത്ത്. ബദ്ധരെന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഭൗതിക ലോകത്ത് ബന്ധനസ്ഥരാണ്, നമ്മൾ ആരും സ്വതന്ത്രരല്ല. ഭഗവാൻ മാത്രമേ സ്വതന്ത്രനായിട്ടുള്ളൂ. അപ്പം ഭൗതിക പ്രകൃതിയുടെ ആ മിഥ്യാവബോധത്തിലൂടെയാണ് നാം ഈ ശരീരമാണെന്നും ഈ മറ്റുള്ളവരെല്ലാം ആ ശരീരവുമായി ബന്ധപ്പെട്ടതാണെന്നും ഞാൻ എന്റേത് എന്നുള്ള ആ ഒരു അവബോധത്തിലേക്ക് വരുന്നത്. അതാണ് ശാരീരികമായ അവബോധം. അർജുനനുണ്ടായത് ആ ശാരീരികമായിട്ടുള്ള അവബോധമാണ്. എന്റെ ബന്ധുക്കളാണ് ഈ നിൽക്കുന്നതെല്ലാം, അപ്പൊ അവരെ എനിക്ക് കൊല്ലാൻ സാധ്യമല്ല, അതൊക്കെയാണ് അർജുനന്റെ വാദം. അപ്പം നമുക്ക് സ്വതന്ത്രരാകണം ഈ ഭൗതിക ലോകത്ത് നിന്ന്. അപ്പൊ സ്വതന്ത്രരാകണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ജീവനെ കുറിച്ചുള്ള, അല്ലാതെ ശരീര അവബോധത്തിൽ നിന്ന് നമ്മൾ യഥാർത്ഥത്തിൽ മുക്തരാകണം. അപ്പൊ യഥാർത്ഥ മുക്തി അതായത് മുക്തി എന്ന് പറയുന്നത് അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി എന്നാണ് പറയുന്നത്. അപ്പൊ സ്വരൂപേണ വ്യവസ്ഥിതി എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഭൗതിക ലോകത്തിലെ മലിനമായിട്ടുള്ള പ്രജ്ഞയിൽ നിന്ന് നമ്മൾ മോചനം നേടണം, എന്നിട്ട് പരിശുദ്ധമായ പ്രജ്ഞയിലേക്ക് നമ്മൾ അവബോധത്തിലേക്ക് സ്ഥിതി ചെയ്യണം. അപ്പൊ അതിനെയാണ് യഥാർത്ഥത്തിൽ ആ സ്വരൂപേണ വ്യവസ്ഥിതി അഥവാ മുക്തി എന്ന് പറയുന്നത് അതാണ്. അപ്പം ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ അർജുനന് കൊടുത്ത എല്ലാ നിർദ്ദേശങ്ങളും പരിശുദ്ധീകരിക്കുന്നതാണ്, അല്ലെ? നമ്മളിപ്പം എന്റെ തിരുനാമം സതതം കീർത്ത എന്തോമാം എന്ന് ഭഗവാൻ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? അതായത് ഭഗവാന്റെ തിരുനാമം സദാസമയവും നീ കീർത്തിക്കണം. ചൈതന്യ മഹാപ്രഭു പറയുന്നു, കീർത്തനീയ സദാഹരി. അതായത് നമ്മുടെ പ്രജ്ഞ, നമ്മുടെ അവബോധം ശുദ്ധീകരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സദാസമയവും ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കാൻ പറ്റും, അല്ലെങ്കിൽ സദാസമയവും ഭഗവാനെ സ്മരിക്കാൻ പറ്റും. ഒരു നിമിഷം, അതായത് സ്മർത്തവ്യം സതതം വിഷ്ണു വിസ്മർത്തവ്യം ന ജാതുജിത് എന്ന് വെച്ചാൽ സ്മർത്തവ്യം, സ്മരിക്കുക ഭഗവാൻ എപ്പോഴും. ഓൾവേസ് റിമെമ്പർ കൃഷ്ണ, നെവർ ഫർഗെറ്റ് കൃഷ്ണ. അതിനകത്ത് ഒന്ന് വിധിയും ഒന്ന് നിഷേധവുമാണ്. അപ്പൊ വിധിയും നിഷേധവും കൂടെ കൂടിക്കലർന്ന രണ്ട് കാര്യങ്ങളാണ്. വിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂള്, നീ ഒരിക്കലും കൃഷ്ണനെ മറക്കാൻ പാടില്ല, ഓൾവേസ് റിമെമ്പർ കൃഷ്ണ. സ്മർത്തവ്യം സതതം വിഷ്ണു. പിന്നെന്താണ്? വിസ്മർത്തവ്യം ന ജാതുജിത്. ഭഗവാനെ വിസ്മരിക്കുന്ന ഒരു കർമ്മങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പൊ ഭഗവാൻ എന്താണ് അർജുനോട് പറയുന്നത്? അർജുന ശാരീരികമായ അവബോധത്തിൽ അർജുനൻ സംസാരിച്ചപ്പോഴാ ഭഗവാൻ പറഞ്ഞു കൊടുത്ത എന്താണ്? നീ എനിക്കായിട്ട് യുദ്ധം ചെയ്യുക. നീ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ, നിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോഴാണ് നീ നരകത്തിൽ പോകും, അല്ലെങ്കിൽ നീ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാധ്യമാവും. നീ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ ഒന്നും ബാധിക്കത്തില്ല. അതാണ് എല്ലാത്തിൻ്റെയും എല്ലാ കർമ്മങ്ങളും എന്നിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അപ്പൊ അങ്ങനെയാണ് ഭഗവാൻ അർജുനനെ മനസ്സിലാക്കി കൊടുത്തത്. അപ്പൊ അതിനാണ് പരിശുദ്ധമായ അവബോധം എന്ന് പറയുന്നത്. അപ്പൊ ബോധം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അഹം, ഞാൻ എന്ന ഭാവം. എപ്പോഴും ഞാൻ ഈ ഭൗതിക ലോകത്തിന്റെ സൃഷ്ടാവാണ്, ഞാൻ വിചാരിക്കുന്നത് കൊണ്ടാണ് ലോകം ചലിക്കുന്നത്, അങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ മനോഭാവം. അപ്പം സൃഷ്ടാവും അതുപോലെ ഞാൻ ഭോക്താവും തന്നെയാണ്. പക്ഷേ ഭഗവാൻ ഭഗവത്ഗീതയിൽ എന്താണ് പറയുന്നത്? ഭോക്താരാം യജ്ഞ തപസാം സർവ്വലോക മഹേശ്വരം. എല്ലാ യജ്ഞങ്ങളുടെയും, നമ്മൾ യജ്ഞം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പം ഒരു നിവേദ്യം ഭഗവാന്റെ അടുത്ത് വെക്കുന്നത് പോലും അതും യജ്ഞമാണ്. ആ യജ്ഞത്തിൽ നിവേദിക്കപ്പെട്ട ഭക്ഷണം ഭുജിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പരിശുദ്ധരാകുന്നത്. അതുപോലെ നമ്മുടെ നാമജപയജ്ഞം, നമ്മുടെ സങ്കീർത്തന യജ്ഞം എന്ന് പറയാം, അതൊരു യജ്ഞമാണ്, നാമജപം. ആ സങ്കീർത്തന യജ്ഞത്തിൽ നമ്മൾ പങ്കാളികളാകണമെന്നാണ് ചൈതന്യ മഹാപ്രഭു ഉദ്ഘോഷിക്കുന്നത്. അതാണ് കൃഷ്ണവർണം ദിശാകൃഷ്ണം സംഘോപാങ്കാസ്ത്ര പാർഷദം യജ്ഞി സങ്കീർത്തന പ്രായർ യജന്തിഹി സുമേധസ. ബുദ്ധിയുള്ള ആൾക്കാർ ഭഗവാന്റെ സങ്കീർത്തന പ്രസ്ഥാനത്തിൽ പങ്കാളികളായിട്ട് സങ്കീർത്തനമെമ്പാടും പ്രചരിപ്പിക്കും. അപ്പൊ അതൊക്കെയാണ്. അപ്പം ഭോക്താവും സൃഷ്ടാവും, നമ്മൾ ഭോക്താവും അല്ല സൃഷ്ടാവും അല്ല, കാരണം അതിനെല്ലാം ഉത്തരവാദി ഭഗവാൻ തന്നെയാണ്. അപ്പം എന്താണ് ഇപ്പം അപ്പോ നമ്മള് ആരും യഥാർത്ഥത്തിൽ ഭോക്താക്കളല്ല. ഉദരം ആക്ച്വലി ഒരു ഭോക്താവാണ്. ഇപ്പൊ കാലുകൾ സഞ്ചരിക്കുന്നു, കൈകൾ നമ്മൾ ഉപയോഗിക്കുന്നു, പല്ലുകൾ കടിക്കും. അപ്പൊ ഇതെല്ലാം ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം ഈ നേരത്തെ വീട്ടിലെത്തിയെന്നും പറഞ്ഞു.
ആ, ഹരേ ആ. കൃഷ്ണ. പ്ലീസ് മ്യൂട്ട്. ഈ ആ എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചാല് വീട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഏ? നമ്മ ആരും കേൾക്കില്ല. അപ്പോ അതാണ്. അപ്പൊ നമ്മളും ഭഗവാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്ന എന്താണ്? പ്രഭു, നമ്മൾ ഭഗവാൻ പ്രഭുവാണ്, നമ്മൾ ഭൃത്യരാണ് അല്ലേ? ചൈതന്യ മഹാപ്രഭു പറയുന്നത് പോലെ ഗോപി ഭദ്ര പദ കമലയോ ദാസ ദാസ ദാസാനുദാസ, നമ്മൾ വെറും ഒരു ദാസനാണ്. അപ്പൊ ആ ഒരു അവബോധം നമ്മളിൽ വരേണ്ടത് എപ്പോഴാണ്? അഹം എന്ന ആ ഭാവം ഇല്ലാതാകുമ്പോഴാണ്. അഹം എന്ന ഭാവം ഇല്ലാതാകുമ്പോൾ നമ്മള് ആരാണ്? ഭഗവാന്റെ ഭൃത്യനാണ്, അല്ലെങ്കിൽ ഞാൻ ഭഗവാന്റെ വെറും ഒരു സേവകനാണ്. അപ്പോഴാണ് നമ്മളിൽ ആ വിനയം ഉണ്ടാകുന്നത്. അപ്പം സർവസമ്പൂർണത നേടണം. ഭഗവാൻ എന്ന് പറയുന്നതാണ് പരമനിയന്താവ്. അപ്പം ഈ നമ്മളൊക്കെ നിയന്ത്രിതരായിട്ടുള്ള ജീവസത്തകളാണ്. അപ്പൊ അതുപോലെ തന്നെ വിശ്വാവിഷ്കാരം, ഈ ഭൗതിക പ്രപഞ്ചം, കാലം, കർമ്മം, ഇതെല്ലാം എന്ന് പറയുന്നത് സർവസമ്പൂർണതയിൽ അടങ്ങിയിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം നമുക്ക് ഭഗവത്ഗീതയിലൂടെ നമുക്ക് ദർശിക്കാൻ കഴിയും. കാരണം ഭഗവത്ഗീതയിലെ തത്വങ്ങള്, ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന തത്വങ്ങൾ, ഇപ്പൊ നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ സൈന്യ നിരീക്ഷണം നടത്തി, രണ്ടാമത്തെ അധ്യായത്തിൽ ആത്മാവിനെ കുറിച്ച് സംസാരിച്ചു, മൂന്നാമത്തെ അധ്യായത്തിൽ കർമ്മ യോഗത്തെ കുറിച്ച് പറഞ്ഞു, നാലാമത്തെ അധ്യായത്തിൽ അതീന്ദ്രിയ ജ്ഞാനത്തെ കുറിച്ച് പറയുന്നു. അപ്പൊ നമ്മൾ ഭഗവാൻ എന്ന് പറയുന്ന ആ പരിപൂർണ വ്യക്തിയെ കുറിച്ച് നമ്മള് ഭഗവാൻ ആരാണെന്നും, അതുകൊണ്ടാണ് പറയുന്നത് ജന്മകർമ്മച്ചമേ ദിവ്യം ഏവം യോവേത്തി തത്വതഃ, എന്റെ ജന്മങ്ങളും കർമ്മങ്ങളും ഒക്കെ ദിവ്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി പിന്നീട് ശരീരം ത്യജിക്കുമ്പോൾ ഈ ഭൗതിക ലോകത്തിലേക്ക് വരില്ല എന്നാണ് പറയുന്നത്. അപ്പം ശരിക്കും അർജുനന്റെ ഭാവം എന്ന് പറയുന്ന, അർജുനന്റെ ഭാവം എന്ന് വെച്ചാൽ ആദ്യം അദ്ദേഹത്തിന് എന്താണ് ആ ഒരു വിഭ്രാന്തി ഉണ്ടായി. ആക്ച്വലി ആ വിഭ്രാന്തി നമുക്ക് അത് പല രീതിയിലും വിമർശിക്കാം. അത് ഒരു തരത്തിൽ അനുകമ്പ, മറ്റുള്ളവരോടുള്ള അനുകമ്പ, അതൊരു ഭക്തന്റെ ലക്ഷണം തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷെ എന്നാൽ പോലും ഭഗവാന്റെ നിലപാടിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ വീക്ഷണത്തിൽ അത് എന്താ ശാരീരികമായ അവബോധമാണ്. ഒരുപക്ഷെ ഇപ്പൊ അർജുനനെ സംബന്ധിച്ചിടത്തോളം അർജുനനുണ്ടായ ഇപ്പം സാധാരണ ആൾക്കാർ ഈ ലോകത്ത് ആരെയും വധിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ ഒരു ക്ഷത്രിയൻ എന്ന നിലയിൽ, ഒരു യോദ്ധാവ് എന്ന നിലയിൽ അർജുനന്റെ കർമ്മങ്ങൾ, അങ്ങനെ ഓരോരുത്തർക്കും, ഒരു ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും അവനവന്റെ കർമ്മങ്ങൾ, അവനവന് നിയോഗിക്കപ്പെട്ട കർമ്മങ്ങൾ അല്ലെങ്കിൽ നിയത കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അപ്പൊ ഇവിടുത്തെ ഈ ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ കാര്യങ്ങളും ഒരുങ്ങി കുരുക്ഷേത്ര ഭൂമിയില് യുദ്ധത്തിനായിട്ട്, ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധത്തിനായിട്ട് രണ്ടു കൂട്ടരും അണിനിരന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ കൃഷ്ണ എന്ന് പറഞ്ഞ് മാറുന്നത്, അത് ഹൃദയ ദൗർബല്യമാണ് അതിന് കാരണം. അപ്പൊ ആ ഹൃദയ ദൗർബല്യം ഒരു പരിധിവരെ അനുകമ്പയാണെന്നും പറയാം. പക്ഷെ എന്നാൽ പോലും അത് ഭഗവാന്റെ നിർദ്ദേശങ്ങളെ, ഭഗവാനെ ശരിയായി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയും കൂടിയാണ്. അർജുനൻ അങ്ങനെ ഒരു വിഭ്രാന്തിയാണ് വന്നുപെട്ടത്. പിന്നെ ഭഗവാൻ എന്ന് പറയുന്നത് ആരാണെന്നും അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്നും, അല്ലെങ്കിൽ ഒരു ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഒക്കെ മനസ്സിലാക്കി വരുമ്പോഴാണ് നമ്മൾ ഈ ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്ന ആ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കണം. അതായത് ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ. ബ്രഹ്മം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ബ്രഹ്മജ്യോതി. ചില ആൾക്കാർ, ഇപ്പൊ അവ്യക്തിഗതവാദികൾ, അതിലൊരു 99% ആൾക്കാരും അവ്യക്തിഗത ബ്രഹ്മത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതായത് കാരണം എന്ന് വെച്ചാൽ എന്താണ്? സമ്പൂർണ്ണ നിരപേക്ഷ സത്യം, അതായത് ഭഗവാന്റെ പരമപുരുഷൻ എന്ന് പറയുന്ന വ്യക്തിയാണ്, അതാണ് ഭഗവാൻ. അപ്പൊ അതിന് താഴെയാണ് അവ്യക്തിഗത ബ്രഹ്മത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അതാണ് ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം ബ്രഹ്മൻ എന്ന് പറയുന്ന സൂര്യരശ്മിയുടെ പ്രകാശത്തെയാണ് ആ ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നത്. അപ്പൊ സൂര്യൻ എന്താണെന്ന് അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് സൂര്യരശ്മിയെ കുറിച്ച് വെറും ഒരു ചെറിയ ആ ഒരു രശ്മിയെ കുറിച്ചുള്ള മാത്രം ധാരണയുണ്ടാവും, ഒരു കൊച്ചുകുട്ടിയെ പോലെ. പക്ഷെ അതേപോലെ ഭഗവാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രഭാപൂരമാണ് ബ്രഹ്മജ്യോതി. അതൊരു അവ്യക്തിഗത ബ്രഹ്മമാണ്, അതിനകത്ത് രൂപമില്ല, അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷന്റെ പ്രകാശരശ്മികളാണത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഭക്തന്മാർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ആ ഭഗവാൻ, ബ്രഹ്മം റിയലൈസേഷൻ, പരമാത്മാ റിയലൈസേഷൻ, ഭഗവാൻ റിയലൈസേഷൻ. അപ്പം അങ്ങനെ അവ്യക്തിഗത ബ്രഹ്മം,
അതുപോലെ പരമാത്മാവിന് അതായത് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഭഗവാൻ പരമാത്മ സ്വരൂപത്തെ ധ്യാനിച്ച് അതിൽ പരിപൂർണത നേടാൻ ശ്രമിക്കുന്നവരുണ്ട്. പക്ഷെ ഇത് രണ്ടും ഭാഗികമായിട്ടുള്ള പരിപൂർണതയെന്നേ പറയാം. അതിന് പരിപൂർണതയെന്നും പറയാനില്ല. അതായത് ഇപ്പം അവ്യക്തിഗത ബ്രഹ്മത്തിൽ അതിന് മുക്തി എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ അത് സായുജ്യമാണ്. 4-5 തരത്തിലുള്ള മുക്തികളുള്ളതില് അത് സായുജ്യം എന്ന് പറയുന്നതാണ് ഏറ്റവും താഴെയുള്ളത്. കാരണം ഭഗവാന്റെ അവ്യക്തഗത ബ്രഹ്മത്തിൽ ലയിക്കുക എന്നുള്ള സങ്കല്പം. അപ്പം അങ്ങനെ അവ്യക്തഗത ബ്രഹ്മം പരമാത്മാ റിയലൈസേഷൻ എന്നൊക്കെ സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത് ഭാഗികമാണ്. അപ്പം എന്താണ് ഭഗവാനെ നമ്മൾ സാക്ഷാത്കരിക്കുക. യഥാർത്ഥത്തിൽ ഭഗവാൻ ആരാണ്? ഭഗവാൻ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞാണത്. അതായത് ഷഡ് ഐശ്വര്യങ്ങൾക്ക് ഉടമയായിട്ടുള്ള ഭഗവാൻ, അതായത് സർവസമ്പന്നൻ, സർവജ്ഞാനി, ആകർഷകൻ, ശക്തൻ, അതുപോലെ സർവസംഘ പരിത്യാഗി, പിന്നെ അതുപോലെ സർവ യശസ്സിന്റെ കീർത്തിമാൻ. അപ്പൊ ഇതെല്ലാം ഉടമസ്ഥതയിലുള്ള ഒരാൾ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ആ ഒരൊറ്റ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന ആ വ്യക്തിക്ക് അപ്പുറം മറ്റൊന്നുമില്ല. അതാണ് ഭഗവാനെ അപരിമേയൻ അല്ലെങ്കിൽ അനന്തൻ, അതായത് ഏറ്റവും അതിലപ്പുറം വേറെ ആരുമില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം സച്ചിദാനന്ദ വിഗ്രഹമാണ് ഭഗവാൻ, അല്ലെ? സച്ചിത് ആനന്ദം, ശാശ്വതനും അതുപോലെ സർവ ജ്ഞാനത്തിന്റെയും ഉറവിടവും അതുപോലെ തന്നെ പരമാനന്ദത്തിന്റെയും ഉറവിടമാണ് ഭഗവാൻ. അതാണ് സച്ചിദാനന്ദ വിഗ്രഹം എന്ന് ഭഗവാന് ബ്രഹ്മസംഹിതയിലൂടെ ബ്രഹ്മദേവൻ അഭിസംബോധന ചെയ്യുന്നത്. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. അപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് ഈ ബ്രഹ്മസാക്ഷാത്കാരത്തിന്റെയും പരമാത്മ സാക്ഷാത്കാരത്തിന്റെയും ഭഗവാൻ സാക്ഷാത്കാരത്തിന്റെ എല്ലാത്തിന്റെയും ഉറവിടം എന്ന് പറയുന്നത് ഭഗവാനാണ്. അപ്പം ആ സ്വഭാവത്തിന്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് എല്ലാ അതീന്ദ്രിയ ഗുണങ്ങളുടെയും സച്ചിദാനന്ദ ഗുണങ്ങളുടെയും പരിപൂർണ വിഗ്രഹമായ സാക്ഷാത്കാരമാണ് ശ്രീ പരമ ദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്പം പലതരത്തിലാണ് നമുക്ക് ശക്തി, അതായത് ബുദ്ധി, അതുപോലെ തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ്, മേധ, പ്രജ്ഞ എന്നൊക്കെ പറയും. അപ്പൊ ഈ കുറഞ്ഞ മേധാശക്തിയുള്ള ആൾക്കാരുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ എല്ലാവരും അങ്ങ് ഭയങ്കര ഉന്നതമായ മേധാശക്തി ഉള്ളവരെന്നല്ല. അപ്പം ഇപ്പൊ ഭഗവത്ഗീതയ്ക്ക് അതിന് വിവരണം അല്ലെങ്കിൽ വ്യാഖ്യാനം എഴുതുന്ന പണ്ഡിതന്മാരുണ്ട്. അപ്പൊ അവരെന്താ ചിന്തിക്കുന്നത്? അവര് ചെയ്യുന്നതും അവര് പറയുന്നതും എല്ലാം കറക്റ്റ് ആണെന്ന്. പക്ഷെ അവര് അവ്യക്തഗത ബ്രഹ്മത്തിലാണ് വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അവര് ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളെ അവർക്ക് യഥാർത്ഥത്തിൽ അതിന്റെ ഭഗവാന്റെ ആ സന്ദേശം അവർക്ക് മനസ്സിലായില്ല. പുരുഷൻ എന്ന് പറഞ്ഞിട്ട് പോലും ഭഗവാനിൽ വേറെ ആരും സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ വീഡിയോ ഓഫ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാതാജി. ഹരേ ഓക്കെ അതാ വീഡിയോ ഓഫ് ചെയ്ത്. അപ്പൊ കുറഞ്ഞ മേധാശക്തിയുള്ള ആൾക്കാരുണ്ട്. അവർക്ക് പരമസത്യത്തെ വ്യക്തിശൂന്യമാണ്. അതെന്ന് വെച്ചാൽ പരമസത്യം, നിരപേക്ഷ സത്യം, നിർഗുണ ബ്രഹ്മം, പരബ്രഹ്മം എന്നൊക്കെയാണ് അവർ ഭഗവാനെ വിളിക്കുന്നെങ്കിൽ, അവരുടെ സങ്കല്പം അനുസരിച്ച് വിളിക്കുന്നതെങ്കിലും അവർക്ക് ആ ഒരു വ്യക്തിയെ അല്ല, വ്യക്തിശൂന്യനാണ്, ആകാരം ഇല്ലാത്ത ഒരാളാണ്. അതാണ് അവ്യക്തിഗത ബ്രഹ്മം എന്നാണ് അവര് സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ എന്ന് പറയുന്ന അതീന്ദ്രിയനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ആ വ്യക്തി ആണെന്ന് എല്ലാ വേദസാഹിത്യങ്ങളും നമ്മളോട് പറയുന്നുണ്ട്. അതായത് നിത്യോ നിത്യാനാം ചേതനാശ്ചേതനാനാം കഠോപനിഷത്തിൽ പറയുന്നുണ്ട്. നമുക്ക് എല്ലാ പേർക്കും വ്യക്തിത്വമുണ്ട്. ഓരോ ജീവനും അതിൻ്റെതായ രൂപമുണ്ട്. ഒരു പാറ്റയായിക്കോട്ടെ, ഒരു പല്ലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മനുഷ്യനാവട്ടെ, ഒരു മൃഗമായിക്കോട്ടെ, ഒരു വൃക്ഷമായിക്കോട്ടെ, എല്ലാത്തിനും രൂപമുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാം സൃഷ്ടികർത്താവായിട്ടുള്ള ഭഗവാൻ എന്തുകൊണ്ട് രൂപമില്ല? അതുകൊണ്ടാണ് ഈ അവ്യക്തഗതവാദികൾക്ക് കുറഞ്ഞ പ്രജ്ഞ അല്ലെങ്കിൽ കുറഞ്ഞ മേധ എന്ന് പറയുന്നത്. കാരണം അവർക്ക് ആ ഉന്നതമായ രീതിയിൽ അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. അപ്പം ഭഗവാനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ ഭക്തിയോടുകൂടി ഭഗവാനെ സേവിക്കണം. എങ്കിൽ മാത്രമേ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഭഗവാനെ കുറിച്ചിട്ടുള്ള ആ
സത്യം മനസ്സിലാക്കി തരത്തുള്ളൂ. ഭഗവാൻ തന്നെ നമുക്കത് മനസ്സിലാക്കി തരും. അപ്പൊ അതേപോലെ ഭഗവാനെ ഈ വ്യക്തിത്വത്തെ സാക്ഷാത്കരിക്കുക എന്ന് പറയുന്നത് എല്ലാവിധ അതീന്ദ്രിയ ഗുണങ്ങളെയും സാക്ഷാത്കരിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാൻ രൂപവിഹീനനല്ല. ഭഗവാന് കാത് കേൾക്കാത്തവനോ കണ്ണ് കാണാത്തവനോ പിന്നെ അതുപോലെ തന്നെ എന്താണ് രൂപമില്ലാത്തവനോ ഒന്നുമല്ല. ഭഗവാൻ ഒരു സമ്പൂർണ്ണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്, വ്യക്തി തന്നെയാണ്. അപ്പം അദ്ദേഹം രൂപവിഹീനനാണെങ്കിൽ എല്ലാരെക്കാട്ടിലും താഴ്ന്നല്ലേ അദ്ദേഹത്തിന്റെ സ്ഥിതി. പിന്നെ എന്താണ് വെറും ഒരു ഒരു ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഈശ്വരൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുക? അപ്പൊ നമ്മുടെ സർവ്വനിയന്താവും ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചതും ആത്മീയ ലോകത്തിന്റെ സൃഷ്ടികർത്താവും ഇത് നിലനിർത്തുന്നതും സംഹരിക്കുന്നതും എല്ലാം ഭഗവാൻ തന്നെയാണ്. അപ്പൊ ആ വ്യക്തിക്ക് എന്തുകൊണ്ട് ശരീരമില്ല? അപ്പൊ നമ്മൾ അതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. പല രീതികളിൽ ആൾക്കാർ വ്യാഖ്യാനിക്കുമ്പോൾ, ഭഗവത്ഗീത വ്യാഖ്യാനിക്കുമ്പോൾ ഈ ഭഗവാൻ എന്ന ആ വ്യക്തിക്കുപരി എന്തോ ഒരു ശക്തി സംസാരിക്കുന്നു, അത് കൃഷ്ണൻ എന്നുള്ള പേരിൽ അവർ കൊടുക്കുന്നു എന്ന് മാത്രം. അല്ലാതെ കൃഷ്ണനെ അവര് ദിവ്യോത്തമ പുരുഷനായിട്ട് അംഗീകരിച്ചിട്ടില്ല. അപ്പൊ എപ്പോഴും നമ്മള് പരിപൂർണമായിട്ടുള്ള ആ സത്യത്തെയാണ് നമ്മൾ, അതാണ്ട് യഥാർത്ഥ സത്യത്തെയാണ് നമ്മൾ ഭഗവത്ഗീതയ്ക്കകത്തൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പം പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് അനവധി അനന്തമായ ശക്തികളാണുള്ളത്. ഭഗവാന്റെ ശക്തികൾ എന്ന് പറയാം. അതുപോലെ ഭഗവാൻ എത്രമാത്രം അവതാരങ്ങൾ എടുക്കുന്നു, ഭഗവാൻ എത്രമാത്രം ശക്തികളാണ്. പരാശക്തിർ വിവിധൈവ ശ്രൂയതേ എന്നാണ് പറയുന്നത്. അതായത് ഭഗവാൻ വിവിധ ശക്തികളിലാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ഭഗവാൻ ഒരു വ്യക്തിയായിട്ട് ഭഗവാനായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ ശക്തികൾ അദ്ദേഹം ഈ ഭൗതിക പ്രകൃതിയിലൂടെയും ജീവാത്മാക്കളിലൂടെയും അതുപോലെ തന്നെ ഭഗവാന്റെ അനന്തമായ ശക്തികളിലൂടെയൊക്കെ ഭഗവാൻ പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ അത് ഭഗവത്ഗീതയിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പം ഈ ഭൗതിക വിശ്വം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതും സമ്പൂർണം തന്നെയാണ്. അത് ഇപ്പൊ 24 മൂലകങ്ങളാണ് താൽക്കാലികമായിട്ടുള്ള ആവിഷ്കാരങ്ങൾ. പക്ഷെ ഇതെല്ലാം ഈ ഭൗതിക ലോകത്തിന്റെ നിലനിൽപ്പിന് സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള പരിപൂർണ സ്രോതസ്സായിട്ട് തന്നെ നിലകൊള്ളുകയാണ്. അപ്പം ഈ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാന്റെ ശക്തിയാലാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. ഇതിലെ മൂലകങ്ങളായാൽ തന്നെ ഇതെല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്. ഇപ്പൊ നമ്മൾ ഭൗതിക ലോകത്ത് ആൾക്കാർ വന്നിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ ഇതെല്ലാം ഭൗതിക ലോകത്തുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിൽഡിങ് കെട്ടണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ട എല്ലാ സകല സാമഗ്രികളും ഈ ഭൗതിക ലോകത്തിനുള്ള ആരും ഒന്നും സൃഷ്ടിച്ചു കൊണ്ടുവരുന്നതല്ല. ഇതെല്ലാം ഭൗതിക ലോകത്ത് തന്നെയുള്ള, ഇതെല്ലാം ഭഗവാന്റെ സൃഷ്ടികളാണ്. നമ്മൾ ആ രീതിയിൽ ഉന്നതമായ രീതിയിൽ ചിന്തിക്കണം. ഇതിന്റെയൊക്കെ സൃഷ്ടി ആരാണ്? ഇതൊക്കെ എങ്ങനെ ഭൗതിക ലോകത്ത് വന്നു? ഭൗതിക ലോകം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഭഗവത്ഗീത വളരെ എന്താ പറയാ സസൂക്ഷ്മം നമ്മൾ പഠിക്കണം. ആ ഭഗവത്ഗീത പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ഇതിന്റെയൊക്കെ ആ പരമമായിട്ടുള്ള സത്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ ജീവസത്തകൾക്കെന്ന് പറയുന്നത് ഭഗവാനെ സാക്ഷാത്കരിക്കണം. ഭഗവാന്റെ ആ പരിപൂർണമായ സാക്ഷാത്കാരം അനുഭവിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. എങ്ങനെയാണ്? കാരണം നമുക്ക് ഭഗവത്ഗീത, ഭാഗവതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് വിജ്ഞാന കേന്ദ്രങ്ങളാണ് അല്ലെ. ഭഗവത്ഗീത എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ, അതാണ് പത്മനാഭന്റെ, അതായത് സാക്ഷാൽ പത്മനാഭന്റെ തിരുമുഖത്തു നിന്നും വിനർഗിളിച്ചതാണ് ശ്രീമദ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഈ വേദവിജ്ഞാനങ്ങളെല്ലാം കുറ്റമറ്റതാണ്. അതിനകത്ത് നമുക്ക് ഒരു കുറ്റവും അല്ലെങ്കിൽ ഒരു തെറ്റും അതിനകത്തുനിന്ന് കാണാൻ പറ്റില്ല. കാരണം ഭഗവാന്റെ സൃഷ്ടികളാണ് വേദവിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പം സാധാരണഗതിയില് ഇപ്പൊ നമ്മള് പിന്നെ അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. അതായത് ചാണകം എന്ന് വെച്ചാൽ അതൊരു ജന്തുവിന്റെ വിസർജ്യമാണ്. അപ്പൊ ആക്ച്വലി നമ്മൾ വിസർജ്യം ഏതൊരു ജീവിയുടെ ആയാലും വിസർജ്യം എന്ന് പറയുന്നത് നമ്മൾ അതിനെ അത് പിന്നെ അശുദ്ധമാണ് അല്ലെ. ഏതൊരു ജന്തുവിന്റെ ആയാലും അത് അശുദ്ധമാണ്. അപ്പൊ അതിനെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കുളിച്ച് നമ്മൾ സ്വയം ശുദ്ധരാകണം. അപ്പം വേദസൂക്തങ്ങളിലെ ചാണകത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് എന്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ സാധാരണഗതിയില് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കുമ്പോൾ നമ്മൾ ചാണക വെള്ളം തളിക്കും, അങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത്. അതാണ് നമ്മുടെ സങ്കല്പം. അതും വേദങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് സ്വീകരിക്കുന്നുണ്ട്. അതിനകത്ത് തെറ്റ് പറ്റുന്നില്ല. കാരണം എന്താണ്? അത് വൈദികമായിട്ടുള്ള ഒരു സത്യമാണ്. അപ്പൊ അതേപോലെ
അപ്പൊ അതുപോലെ തന്നെ ആന്റിസെപ്റ്റിക് ഗുണങ്ങളുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ വേദവിജ്ഞാനം എന്ന് പറയുന്ന എല്ലാ സംശയങ്ങൾക്കും ഒക്കെ ഉപരി, തെറ്റുകൾക്കും ഒക്കെ ഉപരിയാണ്, പരിപൂർണമാണ്. അതായത് ഭഗവത്ഗീത എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് പറയുന്നത് ഭഗവത്ഗീത ഈ വേദങ്ങളുടെ എല്ലാം വേദവിജ്ഞാനത്തിന്റെ സാരസർവസ്വമാണ്. ഭാരതാമൃത ഭാരതാമൃത സർവാസ്യം വിഷ്ണുർ വക്താസ് വിനിശ്രിതം. അതായത് വിഷ്ണുവിന്റെ തിരുമുഖത്ത് നിന്ന് വന്ന ഈ വേദവാക്യങ്ങൾ, അതായത് അത് വളരെ സമ്പൂർണമാണ്. അപ്പൊ ഈ സമ്പൂർണമായിട്ടുള്ള ഈ ഭഗവത്ഗീതയെ നമ്മൾ പാനം ചെയ്യുമ്പോഴാണ്, അതാണ് ഭാരതാമൃത സർവസ്വം വിഷ്ണു വക്താത് വിനിശ്രിതം ഗീത ഗംഗോദകം പീത്വ പുനർജന്മന വിദ്യ. അപ്പൊ നമ്മൾ ഇത് വായിച്ചു പഠിച്ചു കഴിഞ്ഞാൽ ഗീതയിൽ പോയി നമ്മള് ഈ ഗംഗയിലെ ജലം കുടിക്കുന്നത് പോലെ നമ്മൾ പരിശുദ്ധരായിട്ട് പിന്നീട് നമുക്ക് പുനർജന്മം ഉണ്ടാവില്ല. അപ്പൊ അത്രമാത്രം പരിശുദ്ധീകൃതമായിട്ടുള്ള ഭഗവാനിൽ നിന്ന് വിനർഗളിച്ച ഭഗവത്ഗീത നമ്മുടെ അതിന്റെ സർവസ്വത്തെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിന്റെ പൊരുൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോ ഈ തരത്തിലുള്ള വേദവിജ്ഞാനം ഉൾക്കൊള്ളുന്ന ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത്, അതിനകത്ത് നമ്മൾ ഭഗവത്ഗീതയെ ഒരു വ്യാഖ്യാനവും മറ്റു വ്യാഖ്യാനങ്ങൾ ഒന്നും കൂടാതെ തന്നെ സ്വീകരിക്കണം. നമുക്കൊരു ആചാര്യൻ, നമുക്ക് ഭഗവത്ഗീത യഥാരൂപം തന്നെയാണ് നമ്മുടെ ആചാര്യനായിട്ടുള്ള ശ്രീല പ്രഭുപാദ് തന്നിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ ഭാഗ്യമാണ്. അദ്ദേഹം എഴുതിയ ഭഗവത്ഗീത യഥാരൂപത്തിൽ, ഇതിനൊക്കെ പണ്ട് കാലം മുതലേ ഭഗവത്ഗീത നിലവിലുണ്ട്, അത് പല ആൾക്കാരും വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ ശ്രീല പ്രഭുപാദ് യഥാരൂപത്തിൽ അദ്ദേഹം 100 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവത്ഗീത എഴുതി അത് എല്ലാ ലോകമെമ്പാടും പ്രചരിച്ചു. എല്ലാ ലാംഗ്വേജിലും എല്ലാ ഭാഷകളിലും അത് പരിവർത്തനം ചെയ്തു. അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? അപ്പൊ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. കലിയുഗത്തിലെ ആൾക്കാര്, ഈ യുഗത്തിൽ ജീവിക്കുന്ന ആൾക്കാർ എത്രയോ ഭാഗ്യം ചെയ്തവരാണ്. കാരണം എന്താണ്? ഭഗവാൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മൾ അതിനകത്ത് ഒന്നും ഉപേക്ഷിക്കാതെ നമ്മുടെ നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങളൊന്നും കൂട്ടിക്കലർത്താതെ, ഇപ്പം ഒരു പണ്ഡിതനായിട്ടുള്ള ഒരാള് ഭഗവത്ഗീത വായിച്ചു അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും കൂടെ കുറച്ചിട്ടൊക്കെയാണ് അതിന് വ്യാഖ്യാനം എഴുതുന്നത്. ശ്രീല പ്രഭുപാദ അതല്ല, ഭഗവാൻ എന്ത് ഉദ്ദേശിച്ചോ അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം അദ്ദേഹം ഭക്തനായിരുന്നു. ഒരു ഭക്തനും അതാണ് ഭക്താനാം അഭിജാനാദി, ഭക്തന്മാർക്ക് മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ അങ്ങനെ ഭക്തന്മാർക്കിൽ കൂടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരിൽ കൂടി, ആ പരമ്പരയിൽ കൂടി ഭഗവാനിൽ നിന്ന് വന്ന അതേ ജ്ഞാനം ഒരു മാമ്പഴം അതിന്റെ മുകളിൽ നിന്ന് ഒരാൾ അടർത്തിയെടുത്ത് അത് കൈമാറി 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 താഴെ എത്തുന്നത് പോലെ, അതിന് ഒരു കേടും സംഭവിക്കാതെ അത് താഴെ എത്ര മധുരതരമായിട്ടെത്തും. അപ്പൊ അതേപോലെ ഈ ഏറ്റവും ഉന്നതമായ സ്രോതസ്സിൽ നിന്ന് വന്ന ഈ ജ്ഞാനം, ഈ രാജവിദ്യ, ഈ രഹസ്യ ജ്ഞാനം എന്ന് പറയുന്നത് അത് ആചാര്യന്മാര് ശിഷ്യ പരമ്പരയിലൂടെ കൈമാറി കൈമാറി കൈമാറിയാണ് നമ്മുടെ ആചാര്യന്മാരിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പം ശ്രീല പ്രഭുപാദ, പക്ഷെ മറ്റുള്ളവരൊക്കെ അതിന് വ്യാഖ്യാനം കൊടുക്കുന്നവര് ഒരു പരമ്പരയിൽപ്പെട്ടവരല്ല. അത് അസമ്പ്രദായത്തിലുള്ളതാണ്. അസമ്പ്രദായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സമ്പ്രദായം എന്ന് വെച്ചാൽ പരമ്പര എന്നാണ് അർത്ഥം. ആ സമ്പ്രദായത്തിലൂടെ നമുക്ക് കിട്ടുന്ന, അതാണ് ഏവം പരമ്പരാ പ്രാപ്തം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പരമ്പരയിലൂടെ വേണം നമ്മൾ ജ്ഞാനം സ്വീകരിക്കാൻ. അപ്പൊ ആ പരമ്പരയിലൂടെ നമുക്ക് കിട്ടുന്ന ജ്ഞാനമാണ് യഥാർത്ഥ ജ്ഞാനം. അല്ലാതെ അതിന്റെ ഇടയ്ക്ക് കയറി പലരും പല വ്യാഖ്യാനങ്ങളും എഴുതി അതിന് യഥാർത്ഥത്തിൽ ഭഗവാന്റെ ഉദ്ദേശമേ അവര് മനസ്സിലാക്കാതെ അവര് മറന്നു പോകുന്നു. അതിന് കാരണം അവരുടെ ഉള്ളിൽ ഭഗവാൻ അത് പ്രത്യക്ഷമാക്കി കൊടുക്കില്ല. കാരണം എന്താണ്? അവർ ആ ഭക്തിയോടുകൂടി അല്ല ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ എത്രമാത്രം വായിച്ചാലും പിന്നെയും ഭഗവാൻ അവ്യക്തിഗത ബ്രഹ്മമാണെന്ന് ഉള്ള കൺക്ലൂഷനിലെ അവർക്ക് എത്താനൊക്കത്തുള്ളൂ. കാരണം എന്താണ്? അവർ ഭക്തിയോടുകൂടി ഭഗവാനെ സേവിച്ചിട്ടില്ല. അതാണ്. അപ്പൊ നമ്മൾ ഒന്നും ഉപേക്ഷിക്കാതെ, ഒന്നും കൂട്ടിക്കലർത്താതെ വേദവിജ്ഞാനത്തിന്റെ ഏറ്റവും സമ്പൂർണമായ അവതരണമായിട്ടാണ് നമ്മൾ ഭഗവത്ഗീതയെ സ്വീകരിക്കേണ്ടത്. കാരണം ഇത് ഭഗവാന്റെ വാക്കുകൾ എന്ന് പറയുന്നത് ഭഗവാൻ അരുളി ചെയ്ത വാക്കുകളാണ്. അതിനെ അപൗരുഷേയം എന്നാണ് വിളിക്കുന്നത്. അപൗരുഷേയം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതായത് സാധാരണ ഒരു പുരുഷനിൽ നിന്ന് വന്നതല്ല. അപൗരുഷേയം എന്നാണ് അതിനർത്ഥം. കാരണം സാധാരണ ഒരു മനുഷ്യർക്ക്, നമ്മൾ ഇന്ന് ഭൗതിക ലോകത്ത് കാണുന്ന എല്ലാ മനുഷ്യർക്കും പലവിധം തെറ്റുകൾ ഉണ്ടാകും. എന്തൊക്കെയാണ് ആ തെറ്റുകള്?
അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ അപൂർണത, മറ്റുള്ളവരെ ചതിക്കാനുള്ള പ്രവണത, പിന്നെ അതുപോലെ മായാമുക്തരാണ്, അതുപോലെ തെറ്റുപറ്റുന്നവർ, ആവർത്തിച്ച് തെറ്റുപറ്റുന്നവരാണ് മനുഷ്യര്, സാധാരണ മനുഷ്യർ. അപ്പൊ ഇത് അവരൊക്കെ എന്ന് വെച്ചപ്പോ അതാണ് നമ്മുടെ ന്യൂനതകളാണ്. ഒരു സാധാരണ മനുഷ്യന്റെ ഭൗതിക ലോകത്തുള്ള 4 വിധ ന്യൂനതകളാണിത്. നമുക്ക് തെറ്റുപറ്റുന്നവരാണ്, മായ ലോകത്താണ് നമ്മൾ ഓരോരുത്തരും. അതുപോലെ നമുക്ക് മറ്റുള്ളവരെ ചതിക്കാനും നമ്മൾ തന്നെ ചതിക്കപ്പെടാനും കബളിപ്പിക്കപ്പെടാനുള്ള പ്രവണതയുണ്ട്. അതുപോലെ ഇന്ദ്രിയങ്ങളുടെ അപൂർണത. അപ്പൊ നമ്മൾ എപ്പോഴും പരിമിതരാണ് ഭൗതിക ലോകത്ത്. അപ്പൊ നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള ശരിയായ ജ്ഞാനത്തെ കുറിച്ച് പ്രതിപാദിക്കാനുള്ള കഴിവില്ല. പക്ഷേ ഒരു എന്താണ് പറയാ, ഒരു യഥാർത്ഥ ആചാര്യൻ, ഇപ്പൊ നമ്മുടെ പരമ്പരയിൽപ്പെട്ട ഒരു ആചാര്യൻ, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഭഗവാൻ തന്നെ സ്വയം വെളിവാക്കി കൊടുക്കും. എന്താണ് യഥാർത്ഥത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, അർജുനനോട് ഞാൻ പറഞ്ഞ കാര്യങ്ങള് അത് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ഭഗവാൻ തന്നെ. കാരണം ഭക്തിയോടുകൂടി സേവനമനുഷ്ഠിക്കുകയും എപ്പോഴും ഭഗവാന്റെ തിരുനാമം ജപിക്കുകയും എപ്പോഴും ഭഗവാനെ ഭക്തിയോടുകൂടി സ്മരിക്കുകയും ചെയ്യുന്ന ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഭഗവാൻ സ്വയം അദ്ദേഹത്തെ കുറിച്ചുള്ള എല്ലാ പരിജ്ഞാനവും വെളിവാക്കി കൊടുക്കും. മനസ്സിലായി? അപ്പൊ അങ്ങനെയാണ് അവർക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അവരുടെ ഗുരുവിൽ നിന്ന് കേൾക്കുന്ന ആ ജ്ഞാനം അതേപടിയാണ് അവർ പകർത്തുന്നത്. അവരുടെ ഉള്ളിൽ അവർ വേറെ ഒന്നും പ്രത്യേകിച്ച് അതിനകത്ത് മസാലകളൊന്നും ചേർക്കാതെ, അല്ലാതെ ഒന്നും പുറത്തുനിന്ന് അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങൾ പോലും ചേർക്കാതെയാണ് അവര് അത് എഴുതി വെക്കുന്നത്, അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്. അപ്പം ശിഷ്യ പരമ്പര എന്ന് പറയുന്നതാണ് നമ്മൾ ഭഗവാനിൽ നിന്ന് തുടങ്ങുന്ന ഈ പരമ്പര. ഭഗവാനാണ് ആദ്യം ബ്രഹ്മദേവന് ഉപദേശിച്ചു കൊടുത്തത്, ഇല്ലേ? നമ്മൾ ആദ്യത്തെ ശ്ലോകമുണ്ട് ശ്രീമദ് ഭാഗവതത്തില്, ജന്മാദസ്യ യഥോന്വയാത് ഇതരതശ്ചാർത്തേഷു അഭിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മഹൃദയ ആദികവയെ മുഹ്യന്തിയ സൂരേഹ. അതായത് ആദ്യത്തെ ബ്രഹ്മദേവൻ എന്ന് പറയുന്ന ബ്രഹ്മാവിന്റെ ഹൃദയത്തിലേക്ക് പകർന്നു നൽകപ്പെട്ട ആദ്യത്തെ പ്രഥമ ജീവസത്തയാണ് ബ്രഹ്മാവ്. അപ്പൊ അദ്ദേഹത്തിനായിട്ട് ആദ്യം ഭഗവാൻ തന്നെ ഹൃദയത്തിലേക്ക് പകർന്നു നൽകപ്പെട്ട ജ്ഞാനമാണിത്. ഇപ്പൊ ബ്രഹ്മാവ് എന്ത് ചെയ്തു? തനിക്ക് കിട്ടിയ, ഭഗവാനിൽ നിന്ന് കിട്ടിയ ആ ജ്ഞാനം അദ്ദേഹം തൻ്റെ അടുത്ത മക്കൾക്കും ശിഷ്യന്മാർക്കും ഒക്കെ നൽകി. ഇപ്പൊ നാരദമുനി ബ്രഹ്മാവിന്റെ പുത്രനാണ്, മാനസപുത്രനാണ്, നാരദമുനിക്ക് നൽകി. അതുപോലെ തന്നെ അതിനുശേഷം ആരാണ്? അദ്ദേഹം വ്യാസദേവന് നൽകി, വ്യാസദേവന് സുഖദേവ ഗോസ്വാമിക്ക് നൽകി. അങ്ങനെയാണ് നമ്മുടെ പരമ്പര. അവരൊക്കെ എന്ന് വെച്ചാൽ ശ്രേഷ്ഠരായിട്ടുള്ള ഈ നമ്മുടെ വൈദിക സാഹിത്യം അതേപോലെ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആചാര്യന്മാരാണ്. അവരവരുടെ ജീവിതത്തിൽ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ അതേപടി ആചരിക്കുന്നവരാണ്. ഇപ്പൊ ചില ആൾക്കാർ വായിക്കും, പക്ഷെ അതേപോലെ ആചരിക്കണമെന്നില്ല. ഭഗവത്ഗീത എഴുതുന്നവര് പോലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് സതതം കീർത്തയന്തോം, അവർക്ക് എത്രമാത്രം അങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പൊ അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് യഥാർത്ഥ ഭക്തന്മാരും അഭക്തന്മാരും പണ്ഡിതന്മാരും തമ്മിലുള്ള വ്യത്യാസം. പണ്ഡിതന്മാർക്ക് കുറെ ജ്ഞാനവും പാണ്ഡിത്യവും ഒക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ എന്നാൽ പോലും ഭക്തി എന്ന് പറയുന്നത് ആചരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് അപ്പം ഈ ഭൗതിക ലോകത്തുള്ള, ഭൗതിക പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിന്റെയും ഉടമയാണ് ഭഗവാൻ. അതുപോലെ പ്രഥമ സൃഷ്ടാവാണ്. അതുപോലെ ബ്രഹ്മാവ്, നമ്മളെപ്പോഴും ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ അദ്ദേഹം സൃഷ്ടികർത്താവാണെന്ന് പറയും. ബ്രഹ്മാവിന്റെ കൂടി സൃഷ്ടികർത്താവാണ് അദ്ദേഹം. അങ്ങനെയൊക്കെ അതൊക്കെ അറിയാനുള്ള ശക്തി, ബുദ്ധി, മേധ, പ്രജ്ഞ നമുക്ക് ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നുണ്ട്, പ്രപിതാമഹൻ, ഞാൻ പ്രപിതാമഹനാണ്. ബ്രഹ്മാവിനെ പിതാമഹൻ എന്ന് വിളിക്കും, പക്ഷേ അതുപോലെ ഭഗവാൻ പറയുന്നുണ്ടല്ലോ, ഞാനാണ് ബീജം, എല്ലാത്തിൻ്റെയും ഉറവിടം, ബീജം എന്ന് പറയുന്നത് ഞാനാണ്. അപ്പൊ എല്ലാറ്റിൻ്റെയും ഉടമ വേറെ ഒരാൾക്കും അതിന് അവകാശപ്പെടാൻ സാധ്യമല്ല. കാരണം എന്ന് പറയുന്നത് ഭഗവാൻ മാത്രമാണ് എല്ലാത്തിൻ്റെയും ഉറവിടം അല്ലെങ്കിൽ ഉടമ. ഭോക്താരാമജ്ഞ തപസാം സർവലോക മഹേശ്വരം. അപ്പൊ അതേപോലെ നമുക്ക് ഭഗവാൻ ഈ ഭൗതിക ലോകത്ത് നമ്മൾ വരുമ്പോൾ നമുക്ക് വേണ്ടുന്ന എല്ലാം, വെളിച്ചം, വായു, അതുപോലെ തന്നെ എല്ലാ സകലതും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഒന്നിനും ആവശ്യപ്പെടാതെ തന്നെ നമുക്കെല്ലാം ഭഗവാൻ തരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഭഗവത്ഗീതയില്. അപ്പം കൃഷ്ണനോട് പറഞ്ഞ് എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ. അപ്പൊ അത് അർജുനന്റെ തീരുമാനമാണ്. കാരണം എന്താണ്? സ്വന്തം ബന്ധുക്കളെ കൊന്നതിന് ശേഷം തനിക്ക് രാജ്യം അനുഭവിക്കാൻ കഴിയില്ല.
അപ്പം അത് പറഞ്ഞു കഴിഞ്ഞപ്പം അദ്ദേഹം തന്റെ ശരീരത്തെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞു. അപ്പൊ ശരീരമാണ്, അപ്പൊ ഈ ശരീരത്തോട് ബന്ധപ്പെട്ടവരെല്ലാരും എന്റെ സഹോദരർ, എന്റെ ആൾക്കാരാണ് ഇവരെല്ലാം. അപ്പൊ അതൊക്കെ ആയിരുന്നു അർജുനന്റെ വാദം. അപ്പൊ അർജുനൻ അങ്ങനെ വിചാരിച്ചത് കൊണ്ട് അപ്പൊ അദ്ദേഹം എന്താ വിചാരിച്ചത്, അപ്പൊ തന്റെ ശാരീരികമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ നിലനിർത്തണം. അപ്പൊ അതാണ് അദ്ദേഹം ആ ഒരു ആഗ്രഹമാണ് പൂർത്തിയാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു മനോഭാവം മാറ്റിയെടുക്കണം. നമ്മള് എന്തായാലും ഭൗതിക ലോകത്ത് വന്നു, നമുക്ക് ആകെ ബന്ധം ഭഗവാനോട് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാനോട് മാത്രമേ നമുക്ക് ബന്ധമുള്ളൂ. ഭഗവത്ഗീത പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഭഗവാനാണ് നമ്മുടെ ബീജദാതാവ്. നമുക്ക് ഈ ഭൗതിക ലോകത്ത് ഉണ്ടായിരിക്കുന്ന ബന്ധങ്ങളും പിന്നെ സുഹൃത്ത് ബന്ധങ്ങളും അല്ലാത്ത ബന്ധങ്ങളെല്ലാം തന്നെയും അത് നമുക്ക് ഈ ശരീരത്തോട് ബന്ധപ്പെട്ടത് മാത്രമാണ്. അപ്പൊ അത് അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അർജുനൻ എന്താണ് പറഞ്ഞത്? ഓക്കെ കൃഷ്ണ, അങ്ങ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അനുസരിക്കാം. കരിഷ്യേ വചനം തവ എന്ന് പറയുന്ന പോലെ ഞാൻ പ്രവർത്തിക്കാം. അങ്ങ് എന്താണ് പറയുന്നത് അതുപോലെ പ്രവർത്തിക്കാമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ മനുഷ്യജന്മത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. വെറും മൃഗത്തെ പോലെ നമ്മൾ ആഹാരനിദ്ര ഭയമൈഥുനം ആ രീതിയിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. അപ്പം തന്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട നിർദ്ദേശങ്ങൾ വേദസാഹിത്യങ്ങളിൽ നിന്നും ആചാര്യന്മാരിൽ നിന്നും നമ്മൾ സ്വയം ശ്രവിച്ച് അങ്ങനെ ആ ഭഗവത്ഗീതയുടെ സാരം മനസ്സിലാക്കി. അപ്പൊ ഈ ഇതൊക്കെ എന്ന് വെച്ചാൽ വേദസാഹിത്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് നമ്മുടെ മനുഷ്യർക്ക് വേണ്ടിയാണ്, അല്ലാതെ അത് മൃഗങ്ങൾക്ക് വേണ്ടിയില്ല. അതുങ്ങൾക്കൊന്നും ഇതൊന്നും മനസ്സിലാകത്തില്ല. പക്ഷേ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പാപത്തിന്റെ പ്രശ്നമില്ല. മനുഷ്യരാണ് ഇതെല്ലാത്തിനും ഉത്തരവാദികള്. മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അവൻ പാപം ചെയ്യുക, ഈശ്വര ഇച്ഛയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുക, ധർമ്മ വിരുദ്ധമായിട്ട് പെരുമാറുക, അതുപോലെ തന്നെ പാപകർമ്മങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് മനുഷ്യൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ അധമമായിട്ടുള്ള ലോകത്തിലേക്ക് അവർക്ക് വീണ്ടും ജന്മങ്ങൾ കിട്ടുന്നത്. അതുകൊണ്ടാണ്. അപ്പോ മൃഗങ്ങളെ ഉള്ള അനുകമ്പ ഉണ്ടാവണം നമുക്ക് എപ്പോഴും. അതാണ് അനുകമ്പ എന്ന് പറയുന്നത്. മറ്റു ജീവജാലങ്ങളോടുള്ള ജീവദയ. ആ ജീവദയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഒരു അനുകമ്പയും തന്നെയാണ്. അതുപോലെ മറ്റു ജീവജാലങ്ങളെ കൊല്ലാനോ ഇല്ലെങ്കിൽ അതിനെ നമ്മുടെ പിന്നെ എന്താണ് ഇന്ദ്രിയങ്ങളെ പരിപോഷിപ്പിക്കാനായിട്ട് അതിനെ ഉപയോഗിക്കാനോ പാടില്ല. അതുപോലെ തന്നെ ഭഗവാന് നമുക്ക് എല്ലാ തരത്തിലുള്ള നമുക്ക് ശുദ്ധിയോടുകൂടി ജീവിച്ച് ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ, നീ ഒരു ഇലയോ പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി. അവിടെയും ഭഗവാൻ ഭക്തിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ഭക്തി എന്ന് പറയുന്നത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, അതാണ് ഭക്തിയോഗം അല്ലെങ്കിൽ ഭഗവത്ഗീത. ഇതെല്ലാം ഭഗവാൻ, ഭക്തി, ഭക്തൻ, ഇതെല്ലാം ബന്ധപ്പെട്ടതാണ്. അങ്ങോട്ട് പരസ്പരം ബന്ധപ്പെട്ടതാണ്, പൂരകങ്ങളാണ്. അപ്പം ഈ ഭഗവത്ഗീതയില് ഭക്ഷണദ്രവ്യങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് അപ്പൊ ആ രീതിയിൽ നമ്മൾ ഈ ഭഗവാൻ പറഞ്ഞ നിർദ്ദേശങ്ങളെയൊക്കെ നമ്മൾ മനസ്സിലാക്കി അത് ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിച്ചു കഴിയുമ്പോൾ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ധാമത്തെ കുറിച്ച്, തന്റെ സ്വധാമം യദ്ഗത്വാന നിവർത്തന്റെ തദ്ധാമ പരമം മമ. അത് ഭഗവാന്റെ അഡ്രസ്സാണ്. ഭഗവാൻ നമുക്ക് തരുന്ന മേൽവിലാസമാണ് പരമം. അതായത് പരമമായിട്ടുള്ള എന്റെ ധാമം, പരമമായിട്ടുള്ള ഗോലോക ധാമത്തിൽ ഇന്നടുത്താണത്. അപ്പൊ നീ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ വല്ലവരോടും പറയത്തില്ല നിങ്ങൾ എവിടെയാ വീടെന്ന് ചോദിക്കുമ്പോ ഇന്നടുത്താണ്, ഇന്ന വഴി കൂടെ വരുമ്പോ ഇന്നടുത്ത് വരുമ്പം എന്റെ വീട്ടിലെത്താം. അതേപോലെ ഭഗവാൻ പറയുന്നത് എന്താണ്? നീ നിന്റെ ജീവിതത്തെ ശുദ്ധീകരിച്ച് നീ ഭഗവത്ഗീതയിലെ അല്ലെങ്കിൽ ഇതെല്ലാം തത്വങ്ങളെ ഉൾക്കൊണ്ട് അതെല്ലാം ജീവിതത്തിൽ ആചരിച്ച് നീ എന്ത് ചെയ്യണം? എന്റെ വചനങ്ങളെ നീ ശിരസാ വഹിച്ച് അങ്ങനെ ജീവിത ലക്ഷ്യം പ്രാപിക്കാൻ ശ്രമിക്കണം. നിന്റെ ജീവിതം ശുദ്ധീകരിക്കണം, സംശുദ്ധമാക്കണം. എന്നിട്ട് അവസാനം ഈ ഭൗതിക ആകാശത്തിന് ഉപരിയുള്ള ഒരു ലക്ഷ്യമുണ്ട്, നീ അവിടെ എത്തണം. അതാണ് യദ്ഗത്വാന നിവർത്തന്റെ തദ്ധാമ പരമം മമ. അപ്പൊ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യം. ആ ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ജീവിതത്തിന്റെ നമ്മുടെ മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ ഈശ്വരനെ, ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവത് സേവനം ചെയ്യാനും ഭഗവാന്റെ നാമം ജപിക്കാനും ഭക്തന്മാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനും ഭഗവാനെ കുറിച്ച് പരിപൂർണമായ ജ്ഞാനം നേടാനും ഒക്കെ ആയിട്ട് നമ്മൾ ശ്രമിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്.
അപ്പൊ ഈ ലക്ഷ്യമാണ് സനാതനാകാശം, ശാശ്വതമായ പരമവ്യോമം എന്നൊക്കെ വിളിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആ പറഞ്ഞ പരമം മമ, എന്റെ ഏറ്റവും ധാമം, അതായത് നിനക്ക് ആ ധാമത്തെ നിനക്ക് ആ ധാമത്തിൽ പ്രവേശിക്കാം, അല്ലെങ്കിൽ ആ ധാമത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യത നേടിയെടുക്കണം. അപ്പൊ അതൊക്കെ ശാശ്വതമാണ്. ഭഗവാന്റെ പരമവ്യോമം അല്ലെങ്കിൽ ജീവാത്മാവ്, ഭഗവാൻ, ഇതെല്ലാം ശാശ്വതമാണ്. ഇത് മൂന്നേ ഉള്ളൂ ശാശ്വതം: ഭഗവാന്റെ ധാമവും ഭഗവാനും ജീവാത്മാക്കളും. അല്ല ബാക്കിയെല്ലാം ഇപ്പൊ നേരത്തെ നമ്മൾ ശാശ്വതമാണ് കാലവും, അതൊക്കെ ഭഗവാനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ പരിപൂർണമായ ശാശ്വതത്വം എന്ന് പറയുന്ന ഇതിനെല്ലാം ഉപരിയായിട്ടുള്ള ഭഗവാനും ജീവാത്മാവും, നമ്മളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ സ്വരൂപം എന്ന് പറയും, ജീവസ്വരൂപം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ജീവാത്മാവ് എന്ന് പറയുന്നത്, അത് ആണ് ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ആക്ച്വലി ഭൗതിക ലോകത്ത് വന്നു കഴിയുമ്പോൾ നമ്മള് ജനനം, പിന്നെ വളർച്ച, പിന്നെ കുറച്ചു കാലം നിലനിൽക്കുക, പിന്നെ പ്രത്യുൽപാദനം, പിന്നെ ക്ഷയം, പിന്നെ അതായത് കാലത്തിന്റെ യവനികൾക്കുള്ളിൽ മറയുക. അപ്പൊ ഈ തരത്തിലുള്ള പരിണാമങ്ങൾ സംഭവിക്കും. അപ്പം അതായത് നമ്മൾ ജനിക്കുന്നു, പിന്നെ കുറച്ചു കാലം നിലനിൽക്കുന്നു, പിന്നെ ഉദോൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു, ക്ഷയിക്കുന്നു, മറയുന്നു. അപ്പൊ ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ നിയമമാണിത്, അല്ലേ? നമ്മുടെ ശരീരം മാറിക്കൊണ്ടേയിരിക്കുന്നു. പ്രഭാത എപ്പോഴും പറയാണ്, ഓരോ നിമിഷവും നമ്മുടെ ശരീരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് വളരെ ക്ഷണികമാണ്. പക്ഷെ ഭഗവാന്റെ ധാമം, അല്ലെങ്കിൽ ഗോലോകധാമം, അല്ലെങ്കിൽ വൈകുണ്ഠ ലോകങ്ങൾ എന്ന് പറയുന്നത് അത് സനാതനമാണ്, അല്ലെങ്കിൽ ശാശ്വതമാണ്. അപ്പൊ ജീവനും സനാതനാണ് തന്നെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ സനാതന ധർമ്മം, ഭഗവത്ഗീതയുടെ പൂർണ്ണമായ ഉദ്ദേശം എന്ന് പറയുന്നത് സനാതന ധർമ്മമാണ്. അപ്പൊ ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ജീവസത്തയുടെ ശാശ്വത ഉദ്യോഗം പുനരുദ്ധരിക്കലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശാശ്വതമായിട്ടുള്ള ആ ജീവിതത്തെ പുനരുദ്ധരിക്കും. ഇന്ന് നമ്മൾ എല്ലാം മറന്ന് ഭഗവാനെ വിസ്മൃതിയിലാണ്. ഈശ്വരൻ ആരാണെന്ന് അറിയില്ല, നമ്മൾ ആരാണെന്ന് അറിയില്ല, ഭൗതിക ലോകത്ത് എങ്ങനെയോ വന്നു പെട്ടു. നമ്മൾ കിട്ടുന്ന കിട്ടിയ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പ്രകൃതിയെ കൂടി ചൂഷണം ചെയ്ത് ജീവിക്കാനാണ് ജീവാത്മാക്കൾ ശ്രമിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം പരിപൂർണമായിട്ടും നമ്മൾ സനാതനാണെന്ന് മനസ്സിലാക്കി, ഭഗവാന്റെ അംശമാണെന്ന് മനസ്സിലാക്കി ഭഗവാനെ പ്രാപിക്കാനുള്ള മാർഗമാണ് നമുക്ക് ഭഗവത്ഗീതയിലൂടെ ഉപദേശിക്കുന്നത് ഭഗവാൻ. അപ്പം ഇതൊക്കെ ഏറ്റെടുത്ത് നമ്മുടെ താൽക്കാലിക പ്രവർത്തികളെല്ലാം ഉപേക്ഷിച്ചിട്ട് നമുക്ക് ഭഗവത് സേവനം ചെയ്തു തുടങ്ങുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ശുദ്ധമായി തീരുന്നതാണ്. അതിനെയാണ് നമ്മുടെ പരിശുദ്ധമായ ജീവിതം എന്നൊക്കെ വിളിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പം അതുപോലെ തന്നെ അതുപോലെ ഭഗവാന്റെ വാസസ്ഥാനം, ഇതെല്ലാം ഭഗവത്ഗീതയിലെ വിവരണങ്ങളാണ്. ഇതെല്ലാം ഭഗവാൻ വിവരിക്കുന്നുണ്ട് ഓരോരോ അധ്യായങ്ങളിലൂടെ. അതെല്ലാം സനാതനമാണ്. ജീവിതത്തിന്റെ പരിപൂർണത എന്ന് പറയുന്നത് ഭഗവാനും ജീവാത്മാവിലും കൂടെ ഭഗവാന്റെ അടുത്ത് പോയി ഈ ജീവാത്മാക്കൾ അവിടെ സംയോഗം ചെയ്യുക. അപ്പൊ ആ സമയം അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ പരിപൂർണത നമ്മൾ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ പിതാവാണ്, എല്ലാവരുടെയും പിതാവാണ്. അപ്പൊ ആ കർമ്മം അനുസരിച്ച് നമ്മൾ ഭൗതിക ലോകത്ത് വന്ന് നമ്മൾ മനുഷ്യജന്മം കിട്ടിക്കഴിയുമ്പോഴാ നമുക്ക് ആ ഭഗവാനെ മനസ്സിലാക്കി ഭഗവത്ഗീതയിലൂടെ നമ്മൾ ഭഗവാൻ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി, ഭഗവാനാണ് എല്ലാത്തിൻ്റെയും ഉറവിടം. സർവയോനിഷു കൗന്ദേയ മൂർത്തയ സംഭവന്തിയ ദാസാം ബ്രഹ്മ മഹത് യോനി രഹം ബീജപ്രദാപിത. ഞാൻ എല്ലാവരുടെയും പിതാവാണ്. കർമ്മം അനുസരിച്ച് പല വിധത്തിലുള്ള ജീവജാലങ്ങൾ ഉണ്ടെങ്കിലും ഭഗവാൻ അവരുടെ എല്ലാം പിതാവാണെന്ന് അവകാശപ്പെടുകയാണ്. എല്ലാ തരത്തിലും. അപ്പൊ ജീവാത്മാവെന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യരുടെ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പൊ എല്ലാവരുടെയും പിതാമഹനാണ്. പിന്നെ നമ്മൾ മനുഷ്യർക്ക് മാത്രമേ ഭഗവാൻ ആരാണ്, ഞാൻ ആരാണെന്നൊക്കെ തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ചുള്ള, ഇപ്പം ഈ ഭഗവത്ഗീത തന്നെ നമ്മൾ എത്ര പേരോട് പറഞ്ഞു കൊടുക്കുന്നു, എത്ര പേര് അതിനെ അനുസരിച്ച് ജീവിക്കുന്നു നമുക്കറിയില്ല. കാരണം എന്താണ്? അതിനെയൊക്കെ പൂർണ്ണമായും ഉൾക്കൊള്ളാനുള്ള
ആ ഒരു ബുദ്ധി നമ്മൾ എല്ലാവർക്കും ഒരേപോലെ ഉണ്ട് ബുദ്ധി, പക്ഷെ ആ ബുദ്ധി നമ്മൾ പ്രവർത്തിച്ച് നമുക്ക് അതിനകത്ത് തീർച്ചയായിട്ടും നമ്മുടെ ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയത്തോടു കൂടി നമ്മൾ അതിനകത്ത് ആ രീതിയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങണം. എങ്കിൽ മാത്രമേ ഭഗവാൻ അവകാശപ്പെടുന്നത് പോലുള്ള നമ്മളെ തിരിച്ച് നമ്മളെ ഭഗവാന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ സനാതനമായ ആകാശത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അവതരിക്കുന്നത് പോലും. പതിതരായിട്ടുള്ള ബദ്ധ ജീവാത്മാക്കളെ ഓരോരുത്തരെയും ഭൗതിക ലോകത്തു നിന്ന് എങ്ങനെയെങ്കിലും അവരുടെ ഭൗതിക ലോകത്തെ കർമ്മബന്ധങ്ങളെ, ഭഗവാൻ ഈ അവതരിക്കുന്നതും ഭഗവാൻ ലീലകൾ ആടുന്നതും ഒക്കെ നമുക്ക് വേണ്ടിയാണ്. ഭഗവാൻ അതാണ് ഒരു മനുഷ്യ ജന്മം പോലെ, അല്ലെങ്കിൽ വെറും ഒരു സാധാരണ മനുഷ്യനെ പോലെ കപട മനുഷ്യനായിട്ട് ഭഗവാൻ ഭൗതിക ലോകത്ത് വന്നിട്ട് അദ്ദേഹം എന്തെല്ലാം ലീലകൾ കാഴ്ചവെക്കുന്നു. ഈ ലീലകളെല്ലാം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് വളരെ നവമായിട്ട് നിലനിൽക്കുന്നു. അപ്പൊ അത് വീണ്ടും വീണ്ടും കേൾക്കും തോറും ഓരോ ജീവാത്മാവിന്റെ ഹൃദയത്തിൽ ആനന്ദം ഉണ്ടാകുന്നു. ആ ആനന്ദത്താൽ അവൻ തന്റെ സ്വന്തം സ്വരൂപ സ്ഥിതിയെ മനസ്സിലാക്കുന്നു. അങ്ങനെ സ്വരൂപസ്ഥിതിയെ മനസ്സിലാക്കി ഭഗവാനാണ് എല്ലാത്തിനും നിദാനം, എല്ലാത്തിന്റെയും ഉറവിടം, അല്ലെങ്കിൽ കാരണം എനിക്ക് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടണം, അപ്പൊ ഭഗവാന്റെ തിരുനാമം ജപിക്കണം. അപ്പൊ അങ്ങനെ ഗുരുവിൽ കൂടി നമ്മൾ ആ ഒരു ശാശ്വതമായിട്ടുള്ള സേവനത്തിലേക്ക് നമ്മൾ തിരിയുന്നത് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഭഗവാനെ ജീവസത്തകൾക്ക് ഭഗവാനുമായിട്ടുള്ള ശാശ്വതമായ സഹവാസത്തിലൂടെയാണ് ഈ യഥാർത്ഥ സനാതനമായിട്ടുള്ള നില, അല്ലെങ്കിൽ ഭഗവാനും അല്ലെങ്കിൽ ജീവാത്മാവും തമ്മിലുള്ള ആ ശാശ്വതമായിട്ടുള്ള സനാതനമായിട്ടുള്ള നിലകളെ വീണ്ടെടുക്കാൻ പറ്റുന്നതും. അതേപോലെ തന്നെ ഭഗവാൻ എന്ന് വെച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സേവകരെ മക്കളായിട്ടോ സഹചാരികളായിട്ടോ ആചാര്യന്മാരായിട്ടോ ഒക്കെ ബദ്ധാത്മാക്കളെ സമുദ്ധരിക്കാൻ വിടും. ഇപ്പം നമ്മള് ഭഗവാൻ വരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? പരിത്രാണായ സാധൂന വിനാശായ ചതുഷ്കൃത, അല്ലെ? ഭഗവാൻ പറയുന്നുണ്ട്, ധർമ്മത്തിന് എപ്പോൾ ഗ്ലാനി സംഭവിക്കുന്നു, അതുപോലെ എപ്പോഴൊക്കെ അധർമ്മം തഴച്ചു വളരുന്നു, അതായത് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ. അപ്പൊ ഇതൊക്കെ എപ്പോഴൊക്കെയാണോ അധർമ്മം തഴച്ചു വളരുന്നത് അപ്പോഴൊക്കെ ഞാൻ ഈ ഭൗതിക ലോകത്ത് അവതരിക്കുന്നു. സംഭവാമി യുഗേ യുഗേ, ഇല്ലേ? ഓരോ യുഗം തോറും ഞാൻ അവതരിക്കുന്നു എന്നാണ്. അതേപോലെ തന്നെ പിന്നെ പരിത്രാണായ സാധൂന, അതായത് ഭക്തന്മാരെ രക്ഷിക്കാനും ദുഷ്കൃതികളെ നശിപ്പിക്കാനും ധർമ്മം പുനഃസ്ഥാപിക്കാനും. കുരുക്ഷേത്ര യുദ്ധത്തിലൂടെ ഭഗവാൻ അത് മാത്രമാണ് ചെയ്തത്. ഭഗവാന്റെ ഒരുപാട് അസുരന്മാരെയൊക്കെ ഭഗവാൻ വധിച്ചിട്ടുണ്ട്. നമുക്കതെല്ലാം മനസ്സിലാകും എവിടെയൊക്കെയാണ് ഭക്തന്മാര് പീഡിപ്പിക്കപ്പെടുന്നത്. അതെല്ലാം ആസുരന്മാരുടെ ആസുരിക സ്വഭാവമുള്ള ആൾക്കാരാൽ പീഡിപ്പിക്കപ്പെടുന്ന അന്നേരമൊക്കെ ഭഗവാൻ അവിടെ ചെന്നിട്ട് ഭക്തന്മാരെ രക്ഷിക്കുകയും, ഇപ്പൊ തന്നെ നമുക്കറിയാം പ്രഹ്ലാദ മഹാരാജാവിന്റെ കഥയറിയാം. അതുപോലെ ധ്രുവ മഹാരാജാവ്, അതിന് അദ്ദേഹത്തിന് ഒരുപാട് വേദനകളോടുകൂടി ചിറ്റമ്മ വിഷമിപ്പിച്ച് വിട്ടതാണ് ആ കുട്ടി. അപ്പൊ അങ്ങനെ അത് നമ്മൾ ഓരോ ഭാഗവതത്തിലെ കഥകളും ഒക്കെ എടുത്ത് നോക്കും. ഇപ്പൊ നിങ്ങൾ കുറച്ചൊക്കെ ഭാഗവതം ഒക്കെ പഠിച്ചതാണ്, നമുക്ക് കുറച്ച് കഥകളൊക്കെ അതിനെ കുറിച്ചൊക്കെ അറിയാം. അപ്പൊ ആ രീതിയിലൊക്കെ നമ്മൾ തട്ടിച്ചു നോക്കുമ്പം നമുക്ക് മനസ്സിലാക്കും ഭഗവാൻ എന്തിനു വേണ്ടിയാണ്. അപ്പം ചില സമയത്ത് മക്കളായിട്ട് ഭഗവാന്റെ ഇപ്പൊ തന്നെ നമ്മള് ക്രിസ്ത്യാനിറ്റി നോക്കുവാണെങ്കിൽ യേശുക്രിസ്തു എന്താ പറയുന്നത്? പിതാവേ, എന്നോട് ചെയ്ത ഈ തെറ്റിനെ അങ്ങ് പൊറുക്കണേ പിതാവേ എന്നാണ്. അദ്ദേഹം ദൈവപുത്രനായിട്ടാണ് വന്നത്. അപ്പം തീർച്ചയായിട്ടും പിതാവുണ്ട്, അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ അതൊരു പുത്രനായിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ചില സമയത്ത് പുത്രരായിട്ട് വരും, ചിലര് വിശ്വസ്ത സേവകരായിട്ട് വരും, സഹചാരികളായിട്ട് വരും, ആചാര്യന്മാരായിട്ട് വരും. ഇവരെല്ലാം വന്നിട്ട് ഭഗവാനായിട്ട് സ്വയം അയക്കുന്നതാണ് ഇവരെ ഓരോരുത്തരെയും. എങ്ങനെയെങ്കിലും ഭൗതിക ലോകത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ബദ്ധജീവാത്മാക്കളെ ഉദ്ധരിച്ച് നീ അവരെ എൻ്റെ ധാമത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിനുള്ള ഒരു ദൗത്യം ഒന്നുകിൽ ഭഗവാൻ സ്വയം ഏറ്റെടുക്കും, അല്ലെങ്കിൽ ഭഗവാൻ തൻ്റെ അനുയായികളെ അയക്കും. അതാണ് അപ്പൊ സനാതന ധർമ്മം എന്ന് പറയുന്നത് അത് എല്ലാവരുടെയും ധർമ്മം തന്നെയാണ്, അല്ല അത് ഒരു വിഭാഗത്തിന്റെ മാത്രമൊന്നുമല്ല. അപ്പൊ പരമപുരുഷനുമായിട്ടുള്ള ജീവാത്മാവിന്റെ ശാശ്വതമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കി ആ സനാതന ധർമ്മത്തെ ജീവസത്തയുടെ ശാശ്വതമായ പദവിയെ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് ഭഗവാനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് പരിപൂർണമായി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അപ്പൊ അതൊക്കെ നമുക്ക് ആചാര്യന്മാരിലൂടെയും വേദങ്ങളിലൂടെയും ശാസ്ത്രങ്ങളിലൂടെയും തന്നെയാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ അവസരം കിട്ടുന്നത്.
അപ്പൊ ഇപ്പൊ നമുക്ക് എത്രയോ വർഷങ്ങൾ കൊണ്ട് ഭഗവത്ഗീതയുണ്ട്. 5000 വർഷങ്ങൾക്ക് മുമ്പ്, 5000-ൽ കൂടുതലായി വർഷങ്ങളായി ഭഗവത്ഗീത ഈ ഭൗതിക ലോകത്തുണ്ട്. ശ്രീമദ് ഭാഗവതമുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും എത്ര പേരാണ് ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്? കാരണം അതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം സനാതന ധർമ്മം എന്ന് പറയുന്നത് ആചാര്യന്മാര് അതിന്റെ ആധികാരികതയെ അംഗീകരിച്ച് അതിന് ആദിയും ഇല്ല അന്തവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരും. പക്ഷെ അതിനു വേണ്ടി അതാണ് സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. നമ്മൾ അതിനു വേണ്ടി കുറച്ചൊന്ന് ഉദ്യമിക്കണം. ഇപ്പൊ നിങ്ങളോട് ഓരോരുത്തർക്കും ഈ പിന്നെ ഭഗവത്ഗീതയുടെ ഓവർവ്യൂ ഉണ്ട്, ക്ലാസ് ഉണ്ട് എന്ന് പറയും. നമുക്കിപ്പം അതിന് വന്നൊന്ന് ഇരുന്ന് അതൊന്ന് ശ്രവിക്കാനുള്ള മാനസികാവസ്ഥയെങ്കിലും ഓരോരുത്തർക്കും ഉണ്ടാവണം. അതാണ് നമ്മുടെ ഉദ്യമം, പ്രയത്നം എന്ന് പറയുന്നത്. സ്വല്പം കുറച്ചെങ്കിലും നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം. നമ്മുടെ നാമം ജപിക്കുന്നതും ഇതെല്ലാം അതിന്റെ ചെറിയ ചെറിയ ഉദ്യമങ്ങളാണ്. അതൊക്കെ നമ്മളെ മഹാഭയങ്ങളിൽ നിന്നാണ് രക്ഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഒരുപാട് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രഥമമായിട്ടുള്ള കാര്യം തന്നെയാണ് ഭഗവത്ഗീത പഠിക്കുന്നതും അതിലെ തത്വങ്ങളെ ഉൾക്കൊള്ളുന്നതും അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവായി മാറുന്നതും നമുക്ക് അവസാനം ഈ ഭൗതിക ലോകത്ത് നിന്ന് എല്ലാവിധ ക്ലേശങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും പരിപൂർണമായി ശാശ്വതമായി നമുക്ക് ഈ ഭൗതിക ലോകത്തെ എല്ലാ കർമ്മബന്ധങ്ങളെയും നമ്മള് വിച്ഛേദിച്ച് നമുക്ക് വ്യോമം പ്രാപിക്കാൻ പറ്റും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ ഈ സനാതന ധർമ്മത്തെ കാണാൻ. അപ്പൊ ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് അതായത് നമുക്ക് ജീവികളുടെ മൂലസ്വരൂപം, അതായത് നമ്മുടെ യഥാർത്ഥ മൂലസ്വരൂപം എന്താണ്? അപ്പൊ ആ മൂലസ്വരൂപം എന്ന് പറയുന്നത് എന്താ? ഞാൻ ഭഗവാന്റെ നിത്യദാസനാണ്. അപ്പൊ നിത്യദാസൻ, നിത്യം എന്ന് വെച്ചാൽ അതെന്താ? അതാണ് ശാശ്വതം, സനാതനം. അപ്പൊ ആ നിത്യദാസൻ, അപ്പൊ പണ്ട് മുതലേ അതാണ് ഭഗവാൻ ആദ്യത്തെ 2ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, നത്വേവാഹം ജാതുനാശം നത്വം നേമേ ജനാധിപ. അപ്പൊ ഞാനും നീയും ഇക്കാണുന്ന രാജാക്കന്മാരും എല്ലാം എന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്, നാളെ ഉണ്ടാകും. നീ അവരെ കുറിച്ച് ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട അർജുന. അവർക്കൊക്കെ ശരീരം മാറത്തതേ ഉള്ളൂ. അവരൊക്കെ എന്നും ശാശ്വതരായിട്ടുള്ള ആത്മാക്കളാണ്. അപ്പൊ അതാണ് മൂലസ്വരൂപം. അതുപോലെ ശാശ്വതരായ ആത്മാവാണ്. അതുപോലെ ഭഗവാന്റെ അംശമാണ്, അല്ലെ? മമേവ അംശോ ജീവലോകേ ജീവഭൂത സനാതനരാണ് നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ. അപ്പൊ ആ ഭഗവാന്റെ സനാതനരായിട്ടുള്ള ഈ ജീവാത്മാക്കള് അവര് എന്താണ്? ഭഗവാന്റെ നിത്യദാസരാണ്. അപ്പൊ ജീവേര സ്വരൂപഹയ നിത്യേര കൃഷ്ണദാസ. ഭഗവാന്റെ ശാശ്വതരായിട്ടുള്ള ദാസന്മാരാണ് നാം ഓരോരുത്തരും. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസ്താവനയാണത്. അപ്പൊ പരമപുരുഷനെ, മൂലസ്വരൂപം മനസ്സിലാക്കുക എന്ന് വെച്ചാൽ പരമദിവ്യത്വം പുരുഷനെ സേവിക്കുക എന്നതാണ്. അപ്പൊ ഓരോ ജീവിയും മറ്റൊരു ജീവിയുടെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്കതങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ജീവി മറ്റൊരു ജീവിയെ പലതരത്തിൽ സേവിക്കുന്നു. അങ്ങനെ ജീവസത്ത ജീവിതം ആസ്വദിക്കുന്നു. അപ്പൊ താണതരം ജന്തുക്കള് മനുഷ്യരെ, അതുപോലെ ഭൃത്യന്മാരെ, യജമാനനെ എന്ന പോലെയൊക്കെ സേവിക്കുന്നത് പോലെ തന്നെ നമ്മള് ഭഗവാനെ സേവിക്കുക. ഈ മറ്റുള്ള സേവനം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇപ്പം എല്ലാവരും ഭാര്യ ഭർത്താവിനെ സേവിക്കുന്നു, അമ്മ മക്കളെ സേവിക്കുന്നു, ഭർത്താവ് കുടുംബത്തെ സേവിക്കുന്നു, കുടുംബം സമൂഹത്തെ സേവിക്കുന്നു, സമൂഹം രാഷ്ട്രത്തെ സേവിക്കുന്നു. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള സേവന മനോഭാവം എല്ലാവരിലും ഉള്ളതാണ്. ഇപ്പൊ ശ്രീല പ്രഭുപാദ പറയാറുണ്ട്, വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും നായയോ പൂച്ചയോ ഒക്കെ എടുത്ത് വളർത്തിയ ആൾക്കാർ സേവിക്കുമെന്ന്. അതൊക്കെ എന്താണെന്നോ? കാരണം നമ്മുടെ ഉള്ളിൽ അലിഞ്ഞു ചേർന്ന ഒരു സ്വഭാവമാണ് സേവന മനോഭാവം എന്ന് പറയുന്നത്. അപ്പൊ ആ സേവന മനോഭാവം ഏതെങ്കിലും തരത്തിൽ, അതായത് യഥാർത്ഥത്തിൽ അതിന്റെ ശാശ്വതമായ തത്വം എന്ന് പറയുന്നത് ഭഗവാനെ സേവിക്കുക ആണ്. പക്ഷെ നമ്മൾ അത് ഭഗവാനെ മറന്നു പോയപ്പോ നമുക്കറിയില്ല ആരെ സേവിക്കണമെന്ന്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പലരെയും സേവിക്കാൻ നിർബന്ധിതരാകുന്നത് തീർച്ചയായിട്ടും ഈ ഭൗതിക ലോകത്ത്. അപ്പൊ അങ്ങനെ നമുക്ക് ആർക്കും സേവനത്തിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. പിന്നെ അതുപോലെ തന്നെ സേവനം എന്ന് പറയുന്നത് ഓരോ ജീവാത്മാവിന്റെയും സന്തത സഹചാരിയാണ്. അപ്പം ആ ജീവിയുടെ ശാശ്വതമായ മതം എന്ന് പറയുന്നത് തന്നെ സേവന വൃത്തിയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ദാസന്മാരാണ്. എപ്പോഴും ഭൗതിക ലോകത്തായാലും ഏത് ജീവാത്മാക്കളുടെ രൂപം എടുത്താലും നമ്മൾ ആരാണ്? സേവകരാണ്. അപ്പൊ ഭഗവാന്റെ സേവനത്തില്
ഒരു പ്രത്യേകം, അതായത് നമ്മള് നമ്മുടെ ഇപ്പൊ ചൈതന്യ മഹാപ്രഭു പറയുന്നത് പോലെ നമ്മുടെ സ്വരൂപാവസ്ഥ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മള് വിചാരിക്കണം, നമ്മൾ ഭഗവാന്റെ ശാശ്വതമായ അംശമാണ്. ആ ശാശ്വതമായ അംശം എന്ന നിലയിൽ, അതായത് ഒരു ശരീരത്തെ, അതായത് പൂർണ്ണ ശരീരത്തെ എങ്ങനെയാണ് അതിന്റെ മറ്റ് അവയവങ്ങൾ അതിനെ സേവിക്കുന്നത്, അതുപോലെ പരിപൂർണനായിട്ടുള്ള ഭഗവാനെ തന്റെ ശാശ്വതമായ അംശങ്ങളായിട്ടുള്ള ജീവാത്മാക്കൾ, ഈവൻ ദേവന്മാരുൾപ്പെടെ എല്ലാവരും അദ്ദേഹത്തെ സേവിക്കുകയാണ്. അപ്പൊ സേവനം ചെയ്യുക എന്നത് ശാശ്വതമായ ധർമ്മമാണ്. അപ്പം ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ആരായാലും ഏത് സാഹചര്യത്തിലായാലും ഓരോരുത്തരും ഭഗവാന്റെ, അല്ലെങ്കിൽ നമ്മൾ ഭക്തിയുത സേവനത്തിലൂടെ നോക്കുമ്പം ഭഗവാന്റെ, അല്ലാതെ ഭൗതിക ലോകത്ത് നോക്കുമ്പം ആരുടെയെങ്കിലും ഒക്കെ ഭൃത്യന്മാരായിരിക്കും. അപ്പൊ നമ്മള് ഭഗവാനുമായിട്ടുള്ള, അതായത് പരമപുരുഷനുമായിട്ടുള്ള സേവനം വഴിയാണ് ബന്ധപ്പെട്ടിരിക്കേണ്ടത്. അപ്പൊ നമ്മൾ അതിനകത്ത് ഏറ്റവും കാരണം എന്ന് വെച്ചാൽ ഭഗവാൻ പരമപുരുഷന ആണ് പരമമായ ഉപഭോക്താവ്. നമ്മൾ എന്ത് ചെയ്താൽ, ഇപ്പൊ നമ്മൾ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നു, അത് ആദ്യം നമ്മൾ കൊണ്ടുപോയി നിവേദിക്കുകയും ചെയ്ത് എന്തിനു കൊണ്ടാണ്? കാരണം ഭഗവാനാണ് അതിന്റെ പരമാസ്വാദകൻ. ഋഷികേശ സേവനം, അതായത് നമ്മള് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇന്ദ്രിയത്തിന്റെ നാഥനായിട്ടുള്ള, എല്ലാ ഇന്ദ്രിയങ്ങളുടെയും നാഥനായിട്ടുള്ള ഭഗവാനെ സേവിക്കണമെന്നാണ്. അപ്പൊ അങ്ങനെ ആ സേവന മനോഭാവം നമ്മൾ വളർത്തിയെടുക്കുമ്പോഴാണ് നമുക്ക് ഇപ്പം കാണാമേ, ഇപ്പൊ ഈവൻ കൃഷ്ണ കോൺഷ്യസിൽ തന്നെ ആയാൽ തന്നെ ആൾക്കാർക്ക് അവിടെ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് കുറച്ച് സർവീസേ കിട്ടിയുള്ളൂ, എനിക്ക് കൂടുതൽ സർവീസ് ചെയ്യണം, എനിക്ക് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം, എനിക്ക് ഭഗവാന്റെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഭഗവാനെ എനിക്ക് ആടയാഭരണങ്ങൾ അണിയിക്കണം. അങ്ങനെ ഒരുപാട് നമുക്ക് ഒത്തിരി തരത്തിലുള്ള സേവനങ്ങളുണ്ട്. ഇപ്പൊ ഇത് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് കൂടുതൽ ആസക്തി ഉണ്ടാകും. അങ്ങനെ നമുക്ക് ആ ഭൗതികമായിട്ടുള്ള ആസക്തി കുറഞ്ഞിട്ട് മറ്റുള്ളവരെ ഉള്ള സേവനം. പക്ഷേ നമ്മൾ ഭഗവാനെ സേവിക്കുന്നത് വഴി നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ട, ചിലർ വിചാരിക്കും ഞാൻ ഈ ഭഗവാനെ സേവിക്കുക, എന്റെ കുടുംബത്തെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഭഗവാനെ സേവിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കുലശേഖര ആൾവാരുടെ ജീവിത ചരിതം, അതുപോലെ ജനക മഹാരാജാവിന്റെ ജീവിത ചരിതം ഒക്കെ എടുത്ത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഭഗവാന്റെ അംബരീഷ മഹാരാജാവ്, ഇവരെല്ലാം എന്ന് വെച്ച് ഇതുപോലുള്ള ഒരുപാട് ഭക്തന്മാരുണ്ട്. നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അവര് എപ്പോഴും ഭഗവാന്റെ സേവനം തന്നെയാണ് ചെയ്യുന്നത്. അവരുടെ കാര്യങ്ങളൊക്കെ ഭഗവാൻ അവരെ ആ രീതിയിൽ സന്തുഷ്ടരാക്കിക്കൊള്ളും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാന് പരമപുരുഷൻ അതീന്ദ്രിയമായ പ്രേമ സേവനം ചെയ്ത് അദ്ദേഹത്തെ സന്തുഷ്ടരാക്കണം, അത് അർപ്പിക്കണം. അപ്പൊ അങ്ങനെ മാത്രമേ ഒരു ജീവാത്മാവിന് ഭൗതിക ലോകത്ത് സന്തുഷ്ടനാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ ഭാഗവതത്തിന്റെ ആദ്യത്തെ സ്കന്ധത്തിൽ ഇങ്ങനെ വ്യാസദേവൻ, ഞാനത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, വ്യാസദേവൻ ഇങ്ങനെ എന്താ പറയാ വിഷണ്ണനായിട്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരുപാട് വേദങ്ങളും പുരാണങ്ങളും ഇതൊക്കെ എഴുതി, വേദങ്ങളെ ഒന്നിച്ചു കിടന്ന വേദങ്ങളെ നാലായി തിരിച്ച് നാല് ഋഷീശ്വരന്മാർക്ക് കൊടുത്തു, അവരെ എല്ലാം അത് ഏൽപ്പിച്ചു. പിന്നെ അദ്ദേഹം 18 പുരാണങ്ങൾ എഴുതി, ഇതിഹാസം എഴുതി, ഇതെല്ലാം ചെയ്തിട്ടും അദ്ദേഹത്തിന് ആത്മസംതൃപ്തി വന്നില്ല. കാരണം എന്താണ്? അദ്ദേഹം അങ്ങനെ വളരെ വിഷണ്ണനായിട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നാരദമുനി അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതും, നീ ഇത്രയും കാലം ഇതൊക്കെ ചെയ്തെങ്കിലും നിനക്ക് പരിപൂർണതയില്ല, നീ വളരെ ജ്ഞാനിയാണ്, നീ എല്ലാ ജ്ഞാനത്തിന്റെയും സംഭരണിയാണ്, പക്ഷെ എന്നാൽ പോലും നീ ഭഗവാന്റെ എന്താ പറയാ ഭഗവാനെ മഹിമകളെ വാഴ്ത്തിയില്ല, നീ ഭഗവാന്റെ മഹാത്മ്യത്തെ നീ വാഴ്ത്തിയില്ല. അപ്പൊ അതുകൊണ്ടാണ് നിനക്ക് ഈ ഒരു എന്താ പറയാ ഒരു നിരാശ നിനക്ക്, അല്ലെങ്കിൽ ഒരു വിലാപം നിനക്കുണ്ടായത് എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഗുരുവിന് മനസ്സിലായി. അപ്പൊ എന്ന് പറയുന്ന പോലെ നമുക്ക് ഭഗവാന് അതീന്ദ്രിയമായിട്ടുള്ള പ്രേമയുത സേവനം അർപ്പിച്ചാൽ മാത്രമേ ജീവന് സന്തുഷ്ടി വരുത്തുള്ളൂ, ജീവാത്മാവിന് സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഭൗതിക ലോകത്ത് നമ്മൾ എന്തെല്ലാം നേടിയാൽ പോലും നമുക്ക് ഭഗവാനെ സേവനം ചെയ്യുന്നതിൽ കൂടെ കിട്ടുന്ന ആത്മസംതൃപ്തി നമുക്ക് ഒരിക്കലും എങ്ങും കിട്ടില്ല. അതുപോലെ നമ്മൾ അതിന്റെ പലവിധ ദുഃഖങ്ങൾ, അതായത് താപത്രയങ്ങള്, ജന്മമൃത്യു, ജരാവ്യാധി, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പല ദേവീദേവന്മാരെ ആരാധിക്കുന്നവരുണ്ട്. അപ്പൊ ഇതെല്ലാം ഭഗവാൻ പറയുന്നുണ്ട്. അതായത് നമുക്ക് കൂടുതൽ ഭൗതിക ആഗ്രഹങ്ങളിലുള്ള ആഗ്രഹങ്ങളിൽ കൂടുതൽ ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മേധാശക്തി നഷ്ടപ്പെട്ടു പോകും.
അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ദേവന്മാരെയെങ്കിലും പ്രീതിപ്പെടുത്തി നമ്മുടെ എന്താ പറയാ അവര് പലവിധ നിയമങ്ങളുടെയും പൂജാവിധികളോടും അനുസരിച്ച് അവരെ പൂജിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ അവരൊക്കെ കാമപ്രേരിതരായിട്ടുള്ള ആൾക്കാരെന്നാണ് പറയുന്നത്. അതാണ് കാമസ്ഥൈസ്തേർ ഹൃദജ്ഞാന പ്രപദ്യന്റെ അന്യദേവന്മാരെയൊക്കെ, ഇതെല്ലാം ഭഗവാന്റെ അംശങ്ങളാണ്. അവരെല്ലാം ഭഗവത് കിങ്കരന്മാരാണ്. അപ്പൊ നമ്മൾ പിന്നെ ഭഗവാനെ ഉപേക്ഷിച്ചിട്ട് അവരെയൊക്കെ നമ്മൾ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഭഗവാനെ സേവിക്കുന്നത് വഴി അവര് വളരെ സന്തുഷ്ടരാകും. കാരണം അവരും ഭഗവാനെ തന്നെ സേവിക്കുന്നവരാണ്. നമുക്ക് അതിനൊക്കെ ഒരുപാട് എക്സാമ്പിൾ ശ്രീമദ് ഭാഗവതത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ അതാണ്. അപ്പൊ ഇവര് കൃഷ്ണനെ അല്ല ദേവന്മാരെയാണ് ആരാധിക്കുന്നതെന്ന് ഭഗവാൻ എടുത്ത് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ്. അപ്പം കൃഷ്ണനാമം എന്ന് പറയുമ്പോഴാ അത് എന്താ പറയുക, കൃഷ്ണൻ എന്ന് പറയുന്നത് പരമ ആകർഷകനാണ്, നിത്യ ആനന്ദമാണ്, എല്ലാത്തിന്റെ ജ്ഞാനത്തിന്റെ ഉറവിടമാണ് കൃഷ്ണൻ. അപ്പൊ ഇതെല്ലാ സുഖങ്ങളുടെയും സംഭരണിയാണ് ഭഗവാൻ, കലവറയാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ ഭഗവാനെ മാറ്റി നിർത്തിയിട്ട് സുഖം അന്വേഷിക്കാൻ പോയാൽ നമുക്ക് യഥാർത്ഥത്തിൽ എവിടുന്നാണ് സുഖം കിട്ടുക? അതാണ് ചോദിക്കുന്നത്. അതായത് ആനന്ദമയോ അഭ്യാസാത്, അതായത് വേദാന്ത സൂത്രത്തിൽ പറയുന്നുണ്ട്. അപ്പം ഈ ജീവസത്തകളെല്ലാം തന്നെ ഭഗവാനെ പോലെ തന്നെ പ്രജ്ഞാപൂർണരാണ്. ഗുണത്തിൽ നാം എല്ലാം ഒരേപോലെയാണ്, അല്ലെ? ഗുണത്തിൽ ഒരേപോലെ തന്നെയാണ്, ഭഗവാന്റെ അതേ അംശം തന്നെയാണ് നമ്മൾ. പക്ഷെ നമ്മൾ അളവിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഭഗവാന്റെ ശക്തികളെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ വെറും നിസ്സാരരാണ്. അപ്പം പക്ഷെ എന്നാലും നമ്മള് പിന്നെ ഭൗതിക പ്രകൃതിയിൽ ഇങ്ങനെ അടിഞ്ഞു കൂടുമ്പോഴാ, വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും ഈ ആവർത്തന ചക്രത്തിൽ പെട്ടുഴലുമ്പോഴാ ഭഗവാനെ മറന്ന് നമ്മളെ മറന്ന് നമ്മൾ ഭൗതിക മായയുടെ ഒരു വലയത്തിൽ പെട്ടുപോയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടുന്ന് എല്ലാം നമ്മൾ ആ ചക്രത്തിൽ നിന്ന്, ആവർത്തന ആ ചക്രത്തിൽ നിന്നും നമ്മൾ മോചനം നേടി ഭഗവാന്റെ ആ ധാമത്തിൽ തിരിച്ചെത്താനുള്ള കർമ്മം അല്ലെങ്കിൽ പ്രവൃത്തി നമ്മൾ ചെയ്തിരിക്കണം. അതിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവത്ഗീത ശരിയായ വിധത്തിൽ മനസ്സിലാക്കണം. അപ്പം ജീവസത്തകൾ എന്ന് പറയുന്നത് ഭഗവാനുമായിട്ട് യോജിച്ചാൽ മാത്രമേ അവിടെ സന്തുഷ്ടി ഉണ്ടാവത്തുള്ളൂ. അപ്പം അസന്തുഷ്ടി വരുന്ന എപ്പോഴാണ്? അധമ പ്രകൃതിയായിട്ടുള്ള ബാഹ്യ ബഹിരംഗ ശക്തിയായിട്ട് ചേരുമ്പം അവിടെ അസുഖകരമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഉത്കൃഷ്ട ശക്തി, ഭഗവാന്റെ തന്നെ ഉത്കൃഷ്ട ശക്തിയായ ജീവസത്ത ഭഗവാനുമായിട്ട് കൂടിച്ചേരുമ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ ആ സന്തുഷ്ടി അനുഭവപ്പെടുന്നത്. അപ്പൊ ഭഗവാൻ ആനന്ദപൂർണനാണ്. അദ്ദേഹം വൃന്ദാവനത്തിലായിരുന്നപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ പിന്നെ ഗോപികമാര്, വൃന്ദാവനവാസികള്, പശുക്കള്, അതുപോലെ ഈ അവരുടെ മാതാപിതാക്കള്, ഇവരൊക്കെ ആയിട്ട് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി അവിടെ ജീവിച്ചു. ഈ വൃന്ദാവനവാസികൾക്കെല്ലാം ഭഗവാൻ എന്നുള്ള ഒരു ചിന്തയല്ലാതെ വേറെ ഒന്നുമില്ലായിരുന്നു. യശോദാമയി ആണെങ്കിൽ എപ്പോഴും ഭഗവാനെ കുറിച്ച് കീർത്തനങ്ങൾ പാടുക, പിന്നെ അവർ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഭഗവാനെ കീർത്തിച്ചുകൊണ്ടാണ്. അപ്പൊ നമ്മളും അങ്ങനെ വേണം, എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കുകയും കീർത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വേണം. കാരണം ഇതെല്ലാം കൂടുതലായിട്ട് പറയുന്നത് നമ്മൾ ആരും ആദ്യമായിട്ടല്ല ഭഗവത്ഗീത കേൾക്കുന്നത്, നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാക്കിയവരാണ്. ഭഗവത്ഗീതയെ കുറിച്ച് സീറോ ആയിട്ടുള്ളവരാരും നമ്മുടെ കൂട്ടത്തിലില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ പോലും നമുക്ക് പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഈ ഭാഗവതത്തിനകത്ത് പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് കൃഷ്ണനെ കുറിച്ച് മാത്രമായിരുന്നു അവരുടെ ചിന്ത. ഇപ്പം ഗോവർദ്ധന പൂജയെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഗോവർദ്ധന പൂജ ചെയ്ത് കഴിഞ്ഞപ്പോ ഇന്ദ്രൻ കോപിഷ്ഠനായിട്ട് ഇന്ദ്രപൂജ ചെയ്യേണ്ട സ്ഥാനത്താണ് ഗോവർദ്ധന പൂജ ചെയ്തത്. അപ്പൊ ഗോവർദ്ധന പൂജ ചെയ്ത് കഴിഞ്ഞപ്പോ ഇന്ദ്രന് പൂജ ചെല്ലാഞ്ഞപ്പം വർഷം തോറും കിട്ടിക്കൊണ്ടിരുന്ന പൂജയാണ്. അത് കിട്ടാതിരുന്നപ്പോ അദ്ദേഹത്തിന് കോപം വന്നു. 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഭയങ്കര മഴ പെയ്യിച്ചു, പ്രളയം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? ഗോവർദ്ധനഗിരി ഉയർത്തിപ്പിടിച്ച് എല്ലാ വ്രജവാസികളെയും പക്ഷിമൃഗാദികളെയും എല്ലാം രക്ഷിച്ചു. അവർ ഈ 7 ദിവസവും ഭഗവാന്റെ മുഖത്തോട്ട് നോക്കിയിരുന്ന് അവര് ജലപാനം പോലും ഇല്ലാതെ വളരെ സന്തുഷ്ടരായിട്ട് രസിച്ച് അവർ 7 ദിവസം കഴിച്ചു കൂട്ടി. ഒരു ക്ലേശങ്ങളും അവരെ ബാധിച്ചില്ല. അവർക്ക് യാതൊരു ഉത്കണ്ഠയും ഇല്ലായിരുന്നു. അപ്പൊ അതൊക്കെയാണ് ഭഗവാന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ദേവന്മാരെ പൂജിക്കണ്ട എന്നുള്ള ആ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ആ ഒരു ലീല അവിടെ കാണിച്ചു കൊടുത്തത് അവർക്ക്. കാരണം പരമപുരുഷനെ മാത്രം ആരാധിച്ചാൽ മതി. അപ്പം എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാനാണ്.
അപ്പൊ അതുകൊണ്ട് പിന്നെ ഭഗവാനെ പറയുന്നുണ്ട്, അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. അതായത് ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്യത്വാന നിവർത്തന്തേ തദ്ധാമ പരമം മമ. എന്റെ ഈ പരമമായിട്ടുള്ള ധാമത്തില് സൂര്യനോ ഇല്ല, ചന്ദ്രനില്ല, അതിന്റെ ഒന്നും പ്രകാശത്തിന്റെ ആവശ്യമേ ഇല്ല. എപ്പോഴും അവിടെ ദ്വന്ദ്ങ്ങളില്ല. അവിടെ ഇപ്പൊ നമ്മള് ഇപ്പൊ പകല് കഴിഞ്ഞാൽ രാത്രി, ഇപ്പൊ ഇരുട്ടാണ് അല്ലേ, നമുക്ക് വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടാ. അപ്പം നമുക്കൊന്നും വ്യക്തമല്ല. പക്ഷെ ഭഗവാന്റെ ധാമത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും വെളിച്ചമാണ്, അവിടെ ദ്വന്ദ്ങ്ങളില്ല. പിന്നെ അത് അവിടെ ആനന്ദം മാത്രമേ ഉള്ളൂ. നമുക്ക് സുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു ദുഃഖമായിരിക്കും, ദുഃഖം വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു സുഖമായിരിക്കും. പിന്നെ അതുപോലെ പകലും രാത്രിയും സുഖവും ദുഃഖവും, അതുപോലെ ഇരുട്ടും വെളിച്ചവും, പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ലാഭവും നഷ്ടവും. ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട്, നീ ലാഭവോ നഷ്ടവോ ഒന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട, അതിനെയൊക്കെ ഓവർകം ചെയ്യണം, ദ്വന്ദ്ങ്ങളെ നീ അതിജീവിക്കണം അർജുന എന്ന് പറയുന്നുണ്ട്. അതേപോലെ നമ്മൾ അവിടെ സൂര്യനോ ചന്ദ്രന്മാരോ ഒന്നും വേണ്ട, അവിടെ വൈദ്യുതി ഇല്ല, അഗ്നി ഇല്ല, അവിടെ എത്തുന്നവർ ഒരിക്കലും ഭൗതിക ലോകത്ത് തിരിച്ചു വരത്തില്ല. അവിടെ എപ്പോഴും പ്രകാശപൂരിതമാണ്. ഭഗവാന്റെ തന്നെ ശരീരത്തിന്റെ പ്രഭ കൊണ്ട് അവിടെ എപ്പോഴും പ്രകാശപൂരിതമാണ്. അപ്പൊ ഇതെല്ലാം സനാതന ആകാശത്തെ കുറിച്ചുള്ള വിവരണമാണ്. അപ്പൊ നമുക്കും ആകാശത്തെ കുറിച്ചുള്ള ചെറിയ ചെറിയ ധാരണകളുണ്ട്. എന്താ, അവിടെ ചന്ദ്രനുണ്ട്, അല്ലെങ്കിൽ സൂര്യനുണ്ട്, അല്ലെങ്കിൽ നക്ഷത്രങ്ങളുണ്ട്, ഇത്രയൊക്കെയുള്ള ധാരണകളെ നമുക്കുള്ളൂ അല്ലേ. അപ്പൊ ഭഗവാൻ എന്താണ് പറയുന്നത്? ആത്മീയാകാശം എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്ന് തന്നെ പ്രസരിക്കുന്ന പ്രകാശരശ്മികളാല്, അതായത് ബ്രഹ്മജ്യോതിസാൽ അത് വളരെ എന്താണ് പ്രകാശപൂരിതമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതെന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ഭഗവാന്റെ രൂപം, യഥാർത്ഥ രൂപം എന്ന് വെച്ചാൽ സച്ചിദാനന്ദ വിഗ്രഹമാണ്. ഭഗവാൻ ഈ ഭൗതിക ലോകത്ത് അവതരിക്കുന്നതും ഒരു സാധാരണ മനുഷ്യനെ പോലെയൊക്കെ അദ്ദേഹം പെരുമാറും. ചിലർക്ക് പുറത്തുനിന്ന് നോക്കുന്നവർക്ക്, ഇപ്പൊ അർജുനന് പോലും ഭഗവാനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷെ ഭഗവാന്റെ ശരീരം എന്ന് പറയുന്ന സച്ചിദാനന്ദ വിഗ്രഹമാണ്. അതേപോലെ തന്നെ അതാണ് വേണും കൊണന്തം അരവിന്ദ ദലായതാക്ഷം വർദ്ധാവതാംസം അസിതാംബുദ സുന്ദരാംഗം കന്ദർപ്പകോടി കമനീയ വിശേഷ ശോഭം ഗോവിന്ദമാദിപുരുഷ. ഭഗവാൻ അങ്ങനെയാണ് വിളങ്ങുന്നത് ഭൗതിക ലോകത്തായാലും. പക്ഷെ സാധാരണ ആൾക്കാർക്കോ മൂടന്മാർക്കോ ഒന്നും ഭഗവാനെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ഭഗവാന്റെ രൂപം അവിടുന്ന് പ്രദർശിക്കുമ്പോഴേ എങ്ങനെയായിരിക്കുമെന്ന് സങ്കല്പിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം, അതായത് ഭഗവാൻ ശ്യാമസുന്ദരനായിട്ടാണ് ഓരോരുത്തർക്കും ദർശനം നൽകുന്നത്. അപ്പം അല്പമേധസ്സുള്ള ആൾക്കാർ, അതായത് അല്പജ്ഞാനികളായിട്ടുള്ള ആൾക്കാർക്ക് ഭഗവാനെ, അതുകൊണ്ടാണ് പറയുന്നത് അവജാനന്തി മാ മൂഢ മാനുഷീം തനുമാശ്രിതഃ. അതായത് എന്നെ മനുഷ്യജീവിയായിട്ട് അവതരിക്കുന്ന എന്നെ മൂഢന്മാർ നിന്ദിക്കുന്നു. മൂഢന്മാരെന്നാണ് ഭഗവാൻ എടുത്തു പറയുന്നത്. അപ്പം ഭഗവാൻ അറിയാം, അതൊക്കെ മൂഢന്മാർക്ക് മാത്രമേ ഭഗവാനെ നിന്ദിക്കാൻ പറ്റൂ. ഭഗവാനോട് സ്നേഹവും ആദരവും പിന്നെ പ്രേമവും ഒക്കെ ഉള്ളവര് ഭഗവാന്റെ സച്ചിദാനന്ദ സ്വരൂപത്തെ അവർക്ക് എപ്പോഴും മനസ്സിൽ ധ്യാനിക്കാനും സ്നേഹിക്കാനും പ്രേമിക്കാനും ഒക്കെ കഴിയും. അപ്പം അതുകൊണ്ടാണ് ഈ ആൾക്കാര്, നിർഭാഗ്യകരമായിട്ടുള്ള ആൾക്കാര്, ആസുരിക സ്വഭാവമുള്ള ആൾക്കാര് എന്താണ് ഭഗവാനെ പുച്ഛിക്കുന്നത്. അതുപോലെ തന്നെ ഭഗവാൻ നമ്മുടെ മുന്നിൽ അദ്ദേഹത്തിന്റെ സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷനാകും. സ്വധാമത്തിലെ ലീലകളുടെ പകർപ്പാണ് ഇവിടെയും അദ്ദേഹം പ്രദർശിപ്പിച്ചത്. അപ്പൊ അദ്ദേഹം അത്രമാത്രം സർവശക്തിമാനാണ്. അപ്പൊ ഭഗവാൻ ഈ ഭൗതിക ലോകത്ത് വന്ന് അദ്ദേഹം എന്തൊക്കെ ലീലകള് ഗോലോക വൃന്ദാവനത്തിൽ ചെയ്തോ അതേപോലെ ഇവിടുത്തെ വാത്സല്യരസത്തിലും ശാന്തരസത്തിലും ദാസ്യരസത്തിലും സഖ്യരസത്തിലും മാധുര്യരസത്തിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഓരോ ഭക്തന്മാരോടും ഭഗവാൻ അവർക്ക് അനുയോജ്യമായ രീതിയിൽ ഭഗവാൻ അവരോടൊപ്പം ലീലകളാടി. ഈ ലീലകളൊക്കെ കേട്ട് പിന്നീട് വരുന്ന തലമുറയിലെ നമ്മളെ പോലുള്ള ബദ്ധജീവാത്മാക്കള് ഈ ലീലകളൊക്കെ കേട്ടും അതുപോലെ പിന്നെന്താണ് അത് ആസ്വദിച്ചും അത് മനസ്സിൽ മനനം ചെയ്തും ഒക്കെ നമ്മൾ ശുദ്ധീകരിക്കുമ്പോഴാണ് നമുക്കതൊക്കെ ശരിയായ വിധത്തിൽ അതിനെ ആസ്വദിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും നമുക്കതിനെ ചില ആൾക്കാരൊക്കെ ഇതൊക്കെ എത്ര വേഗം കേട്ടിട്ട് അവർ പോന്നു. നമുക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? മനസ്സ് പരിശുദ്ധമാകണം. അതിനുവേണ്ടിയാണ് നമ്മൾ നാമം ജപിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ സത്സംഗത്തിൽ വരുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഭഗവാന്റെ സേവ ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം വേണം. ഇതൊക്കെ നമ്മുടെ ഓരോരോ യോഗ്യതകളാണ്. ഇതൊക്കെ ഈ ഓരോ യോഗ്യതകളോട് കൂടി വേണം യോഗ്യതകൾ നമ്മൾ ഓരോ ദിവസവും ആർജിച്ചെടുക്കണം. അപ്പൊ ഭഗവത്ഗീതയിലൂടെയാണ് നമ്മൾ ഈ യോഗ്യതകളൊക്കെ ആർജിച്ചെടുക്കുന്നത്. ഭഗവാൻ പറയുന്നുണ്ട് ഓരോരുത്തരോട് ഏതെല്ലാം തരത്തിൽ യോഗ്യതകൾ നേടിയിട്ട് വേണം എൻ്റെ ധാമത്തിലെത്താൻ. അല്ല വെറുതെ ഒന്ന് കയറിപ്പോകാനുള്ള ഒരു സ്ഥലമല്ല
ഗോലോകധാമം എന്ന് പറയുന്നത്. അതിനൊക്കെ നമ്മൾ ഒരുപാട് യോഗ്യത, അതിനു വേണ്ടിയാണ് നീ ഗുരുവിനെ സ്വീകരിക്കണം. അർജുനനോട് അർജുനൻ ഗുരുവായിട്ട് ഭഗവാനെ തന്നെ സ്വീകരിച്ചു. നമ്മളൊക്കെ അതാണ് തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ. നിനക്ക് എന്നെ കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗുരുവിനെ സ്വീകരിക്കണം, അദ്ദേഹത്തെ സേവിക്കണം, അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം. അദ്ദേഹം തത്വദർശിയാണ്, ജ്ഞാനദൃഷ്ടിയുള്ള ആളാണ്. അദ്ദേഹത്തിന് നിനക്ക് പിന്നെ ഈ ജ്ഞാനം പകർന്നു നൽകാനുള്ള ശക്തിയുണ്ട്, കഴിവുണ്ട്, യോഗ്യതയുണ്ട്. അപ്പം ആചാര്യന്മാരെന്താണ് പറയുന്നത്? ഓരോരുത്തരും ഓരോ ആചാര്യന്മാരാകാം, ഓരോരുത്തരും ഓരോ ടീച്ചേഴ്സ് ആകണം. ഭഗവത്ഗീത പഠിച്ചിട്ട് നാളെ നമ്മൾ മറ്റൊരാളിന് അത് പകർന്നു കൊടുക്കണം. അതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പോഴാണ് നമുക്കിപ്പോ വിദ്യ കൊടുക്കും തോറും വേറിടും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ എന്ന് പറയാൻ നമ്മൾ ഇത് പഠിച്ച് നമ്മൾ മനസ്സിലാക്കി നമ്മൾ പഠിച്ചതിന് ശേഷം അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോഴാ അപ്പൊ നമ്മുടെ അറിവും വർദ്ധിച്ചു വരും. അപ്പൊ അതാണ് ഭഗവത്ഗീതയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആത്മീയ ശാസ്ത്രത്തിന്റെ, ദൈവശാസ്ത്രത്തിന്റെ പ്രത്യേകത അതാണ്. അപ്പം ഭൗതിക പ്രപഞ്ചങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഭൗതിക പ്രപഞ്ച ഗ്രഹങ്ങളിലേക്ക് പോകാൻ ഭഗവത്ഗീത നമ്മെ ഉപദേശിക്കുന്നില്ല. അതൊരു വേറൊരു കാര്യമാണ്. ചില ആൾക്കാർക്ക് സ്വർഗ്ഗലോകത്തിൽ പോകാൻ ഭയങ്കര, എങ്ങനെയെങ്കിലും എനിക്ക് സ്വർഗത്ത് പോയാൽ മതി. ചില ആൾക്കാർ അതുപോലെ ക്രിസ്ത്യാനിറ്റി കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് അവര് സ്വർഗം വരെ അവർക്ക് അറിയാവുള്ളൂ. അതിനപ്പുറം എത്ര ലോകങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ എന്താണ് പിന്നെ ഈ അവ്യക്തഗത ബ്രഹ്മജ്യോതിയും കഴിഞ്ഞ് വൈകുണ്ഠ ലോകങ്ങൾ എത്ര കഴിഞ്ഞ് പിന്നീടാണ് ഭഗവത്ധാമം. അപ്പൊ ഇത്രയും ലോകങ്ങളുണ്ടെന്നൊന്നും ആർക്കും അവരുടെയൊന്നും ശാസ്ത്രങ്ങളിലില്ല. ഭഗവത്ഗീതയിൽ മാത്രമേ യഥാർത്ഥത്തിൽ എത്രമാത്രം വളരെ വിശദീകരിച്ച് നമുക്ക് ഈ ധാമങ്ങളെ കുറിച്ചും, ഭഗവാന്റെ ധാമം അല്ലെങ്കിൽ എത്ര ലോകങ്ങളുണ്ട്, എത്ര അധോലോകങ്ങളുണ്ട്, ഉപരിലോകങ്ങളുണ്ട്, ഭൂലോകം, ഭുവർലോകം, സ്വർഗലോകം. സ്വർഗലോകം മൂന്നാമത്തെ ലോകമാണ്. പിന്നെ അത് കഴിഞ്ഞ് തപലോകം, ജനലോകം, മഹർലോകം, ബ്രഹ്മലോകം, അങ്ങനെ പോകുന്നു 7 ലോകങ്ങള്. ആതല, വിതല, സുതല, തലാതല, മഹീതല, പാതാള, അങ്ങനെ 7 ലോകങ്ങൾ താഴോട്ട്. അപ്പൊ ഇതൊക്കെ ആർക്ക് മനസ്സിലാക്കാൻ പറ്റും? ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ എവിടുന്നാണ് കിട്ടുന്നത്? ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയ മഹത് ഗ്രന്ഥങ്ങളിൽ നിന്നാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. അതും അതിനകത്ത് എഴുതിയത് കൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ആചാര്യന്മാര് നമുക്ക് അത് മനസ്സിലാക്കി തന്നത് കൊണ്ടാണ് നമുക്ക് അതിന്റെ വകതിരിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. അപ്പൊ അത് നമ്മള് ഈ പറഞ്ഞത് കൂട്ടുള്ള, അതായത് ഭഗവത്ഗീതയിലെ പിന്നെ ആൾക്കാർ നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ഓരോരുത്തർക്ക് സ്വർഗലോകം പ്രാപിക്കാനും, ചിലര് പറയുമ്പോൾ ചിലർക്ക് നരകവും പ്രശ്നമല്ല, സ്വർഗവും പ്രശ്നമല്ല, എന്ത് നീചകർമ്മങ്ങൾ അനുഷ്ഠിക്കാനും അവർ തയ്യാറാണ്. കാരണം അവർക്ക് ഭൗതിക ലോകത്ത് ജീവിച്ചിരിക്കുമ്പം അവരുടെ ജീവിതം എത്രമാത്രം എന്താ പറയാ ആസ്വദിക്കാവോ അതിനു വേണ്ടിയാണുള്ള അവരുടെ ശ്രമം. അതുകൊണ്ടാണ് ഭഗവത്ഗീത പറയുന്നത് 15-ാം അധ്യായത്തില് ഊർധമൂലം അധശാഖം അച്യുതം പ്രാഹുരവ്യയം ചന്താംസി യസ്യ പർണാനി യസ്ത്വം വേദസ വേദവിൻ. അതായത് നമ്മുടെ കർമ്മം, അതായത് ഈ ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത് തലകീഴായിട്ടുള്ള ഒരു അശ്വത്ഥം പോലെയാണ്, ഒരു എന്താ പറയാ ആൽമരം പോലെയാണ്. അപ്പൊ അതിന്റെ പിന്നെ എന്താണ് അതിന്റെ ഉത്ഭവം ഒന്നും ആർക്കും അറിയില്ല. അതിന്റെ ചില്ലകളെല്ലാം താഴോട്ട് കിടക്കും, വേര് മേലോട്ടും കിടക്കും. അപ്പൊ എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം എന്ന് വെച്ചാൽ അതാണ് ഭൗതിക ലോകം എന്ന് പറയുന്നത് ആത്മീയ ലോകത്തിന്റെ ഒരു തലതിരിഞ്ഞ പ്രതിബിംബമാണ്. തലതിരിഞ്ഞ പ്രതിബിംബമാണ്. അപ്പൊ നമ്മളിപ്പോ ഈ ജലാശയങ്ങളിലൊക്കെ പോയി നിന്ന് കഴിയുന്നത് കാണാം, പിന്നെ വൃക്ഷങ്ങളൊക്കെ തലകീഴായി നിൽക്കുന്ന പോലെ. അതേപോലെ ഉള്ള നമ്മുടെ കർമ്മത്തിനെയാണ് അത് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ. അപ്പം ഈ പിന്നെ നമുക്ക് അതുപോലെ തന്നെ നമ്മൾ പറയല്ലോ മരുപ്പച്ച, നമ്മൾ ഈ പിന്നെ എന്താ മരുഭൂമി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാം, നമ്മൾ ദൂരെ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പം ദൂരെ ഇങ്ങനെ പിന്നെ വെള്ളം കിടക്കുന്ന പോലെ തോന്നും റോഡില്. അതൊക്കെ അതിനെ മരുപ്പച്ച എന്ന് പറയും. അപ്പം ചിലർ അക്കരപ്പച്ച എന്ന് പറയും. എന്തുവായാലും ശരി. അപ്പം ഈ പിന്നെ അതിന് ജലം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള മണലാരണ്യത്തിലെ ജലമില്ലെങ്കിലും മൃഗതൃഷ്ണ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹമാണ്. ഇപ്പൊ അക്കരപ്പച്ച എന്ന് പറയുന്നത് ആൾക്കാർ ഉദ്ദേശിക്കുന്നു ഇവിടെ നിൽക്കുമ്പോൾ വിചാരിക്കും അവിടെയാണ് നല്ലതെന്ന്. ഇപ്പം കൃഷ്ണാബോധത്തിൽ ചില ആൾക്കാർ വന്നു കഴിയുമ്പോഴാ ചിലർ വിചാരിക്കുമോ നമുക്കിതൊന്നും പിന്നെ ഒരുപാട് റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ടല്ലോ,
നമ്മൾ ഇതിനകത്ത് വന്നു പെട്ടുപോയതാണ്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അവര് യഥാർത്ഥത്തിൽ ഒന്നും ഉൾക്കൊള്ളാത്തവരാണ്. നമുക്ക് കിട്ടിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ഈ ലോകത്ത് ആർക്കും കിട്ടാത്ത സൗഭാഗ്യമാണ്. ഭഗവാന്റെ ആചാര്യന്മാരുടെ അനുഗ്രഹവും ഭക്തന്മാരുടെ ആശീർവാദവും അതുപോലെ തന്നെ ഭക്തിയുത സേവനം ചെയ്യാനുള്ള മഹാഭാഗ്യവും അപൂർവജന്മ സുഹൃതവും എന്തൊക്കെയോ അജ്ഞാത സുഹൃത്തുക്കളുടെയൊക്കെ ഫലമായിട്ടാണ് നമുക്കിതൊക്കെ ഭഗവത്ഗീത കാണാൻ പോലും കാണാത്ത എത്ര ആൾക്കാരുണ്ട്, കാണാനും അത് ശ്രവിക്കാനും, അല്ലെങ്കിൽ ആരിൽ നിന്നോ മറ്റുള്ള ഭക്തന്മാരിൽ നിന്നോ അല്ലെങ്കിൽ വലിയ ആചാര്യന്മാരിൽ നിന്നോ ശ്രവിക്കാനുള്ള ഭാഗ്യം, അതുപോലെ അതിനെ മനസ്സിലാക്കാനുള്ള ഭാഗ്യം, അതനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം, ഇതൊക്കെ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒന്നും സിദ്ധിക്കുന്ന കാര്യങ്ങളല്ല. അപ്പം മൃഗതൃഷ്ണയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താ പറയാ, മരുഭൂമിയിൽ പോലും അവര് ജലം ഉണ്ടെന്ന് അവർക്ക് തോന്നും. കാരണം എന്താണ്? ഭൗതിക പ്രപഞ്ചത്തിൽ എന്ന് പറയുന്നത് സന്തോഷമല്ല യഥാർത്ഥത്തിലുള്ളത്. അപ്പം അവിടെ യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് എവിടെയാണ്? ആത്മീയ ലോകത്താണ്. അപ്പൊ നമ്മൾ ഈ ഭൗതിക ലോകത്ത് സന്തോഷമാണ്, അതിനൊരു ഉദാഹരണം കൊണ്ടുവന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഭൗതിക ലോകത്ത് സന്തോഷമുണ്ടെന്ന് വെറുതെ ധരിക്കുകയാണ്. അതൊക്കെ വെറും ജൽപ്പനങ്ങളാണ്. മനസ്സിലായി? അതാണ് മൃഗതൃഷ്ണ എന്ന് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പം ഭഗവാന്റെ ശാശ്വത സാമ്രാജ്യം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഒരാള് എന്താണ്, ചില ആൾക്കാർക്ക് പദവികളെ പിന്നാലെ പോകും, പണത്തിന്റെ പിന്നാലെ പോകും, അതുപോലെ അവർക്ക് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള പിന്നാലെ പോകും. പക്ഷെ ഇതൊന്നും അല്ല. കാര്യം എന്താണ്? എല്ലാം ശരീരത്തോട് ബന്ധപ്പെട്ട ആ മനോഭാവത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്കെല്ലാം ഭൗതിക ജീവിതത്തിനോട് ഇത്രമാത്രം ആസക്തി ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് പണം അല്ലെങ്കിൽ പദവി അല്ലെങ്കിൽ കൂടുതൽ സ്ഥാനമാനങ്ങൾ എന്ന് പറയുന്ന പോലെ പദവിയായാലും എന്തായാലും ശരി, ഇപ്പൊ നമ്മൾ ഇതെല്ലാം ആൾക്കാര് ആർജിച്ചെടുക്കാനും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാനും അതിനുവേണ്ടി പാപകർമ്മങ്ങൾ ചെയ്യാൻ പോലും എല്ലാവരും തയ്യാറാണ്. കാരണം അത്രമാത്രം കടുത്ത ആഗ്രഹമാണ്. അപ്പൊ ഈ ആഗ്രഹം എന്ന് പറയുന്നത് ഭൗതിക പ്രകൃതിയെ പോലും കീഴടക്കാനുള്ള പ്രവണതയാണ്. അത് ഉപേക്ഷിച്ചാൽ മാത്രമേ നമ്മളെ സനാതന ധർമ്മത്തിലേക്ക് നാം നയിക്കപ്പെടത്തുള്ളൂ. കാരണം നമ്മുടെ മനോഭാവം, ഉള്ളിലുള്ള നമ്മുടെ ഈ ആസക്തി, ഭൗതികമായിട്ടുള്ള ആസക്തി നമ്മൾ എവിടെയോട്ടാണ്. ഇപ്പം ആസക്തി കൂടും തോറും എന്താണ്, ചിലര് പറയത്തില്ല, ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട്, ഉദാസീനനായിരിക്കണം നീ എപ്പോഴും. നിനക്ക് ചിലപ്പം രാജ്യം കിട്ടും, നീ സുഖിക്കാൻ നിനക്കുള്ള രാജ്യവും കാര്യങ്ങളും ഒക്കെ വരും, പക്ഷെ എപ്പോഴും നീ ഉദാസീനനായിരിക്കണം. എന്താണ് ആ ഉദാസീനൻ എന്നുള്ളതിന്റെ അർത്ഥം? നിനക്ക് നിന്റെ പദവിയോടോ നിന്റെ രാജ്യത്തോടോ നിനക്ക് ആസക്തി പാടില്ല. അപ്പൊ നമുക്കിതെല്ലാം കിട്ടുന്ന ഉപദേശങ്ങൾ, അർജുനന് കൊടുത്ത ഉപദേശങ്ങളെ നമ്മൾ അതേപടി സ്വീകരിക്കണം. നമ്മൾ ഓരോ ഭഗവത്ഗീതയുടെ ഓരോ ശ്ലോകങ്ങളിലൂടെയും അർജുനന് കൊടുത്ത സന്ദേശങ്ങൾ അത് നമുക്ക് കൂടെ വേണ്ടിയുള്ള സന്ദേശങ്ങളാണ്. അപ്പൊ അങ്ങനെ ആയിരിക്കണം നമ്മൾ അതിനെ ഉൾക്കൊള്ളേണ്ടത്. അപ്പൊ അതാണ് ഭൗതിക അനുഭൂതികളിൽ നമ്മൾ ഒരിക്കലും ഭ്രമിക്കാൻ പാടില്ല. നമ്മുടെ ഭൗതിക ലോകത്ത് മായ എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് ആണ്. എപ്പോഴും നമ്മളെ ഇങ്ങനെ അത് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. ഭഗവാൻ സർവാകർഷകനാണ്. പക്ഷെ ഭഗവാൻ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടെന്ന് നമുക്ക് ആ ധാരണ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കുകയും ആ ഭഗവാനുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരുമായിട്ട് സഹകരിക്കുകയും അതുപോലെ തന്നെ ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കുകയും ഭഗവാനെ സ്മരിക്കുകയൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ മായയുടെ പിടിയിലായി പോകും. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ സത്സംഗത്തിൽ ഉണ്ടാവണം. ആ സത്സംഗത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ നമ്മുടെ ഭക്തിയെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക് എളുപ്പത്തിൽ ഭഗവത് ധാമം പ്രാപിക്കാൻ സാധ്യമാകും. അപ്പൊ അതുകൊണ്ടാണ്. അപ്പം അതുപോലെ തന്നെ പരമപുരുഷന്റെ ധാമത്തിലേക്ക് എങ്ങനെ പോകാം എന്നുള്ള ചോദ്യം വരും ചില സമയത്ത്. അപ്പൊ 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അന്ധകാലേശ മാമേവ സ്മരൻ മുക്ത കളേവരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്രത്യ സംശയ. സമയമായോ പ്രഭു? സമയം പോയതറിഞ്ഞില്ല. ഇല്ല മാതാജി, ഒരു 10 മിനിറ്റ് കൂടെ. 10 മിനിറ്റ് കൂടെ. 10 നിർത്താം. എന്നാലും തീരത്തില്ല. അടുത്ത ആഴ്ച ബാക്കി എടുക്കാം. അതെ അതെ. അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് ഗീതാ മാഹാത്മ്യം ഒക്കെ പറഞ്ഞിട്ട് അടുത്ത ആഴ്ച നിർത്താം. അതെ. അപ്പൊ അതാണ്. അപ്പം ജീവിതാന്ത്യത്തിൽ നമ്മുടെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ജീവിതത്തിൽ ഉടനീളം കൃഷ്ണാവബോധം പരിശീലിക്കുന്നത്.
അഥവാ നാമം ജപിക്കുന്നതും ഭഗവത്ഗീത പഠിക്കുന്നതും ഭഗവത്ഗീതയിലെ തത്വങ്ങളെ ഉൾക്കൊള്ളുന്നതും എല്ലാം എന്തിനു വേണ്ടിയാണ്? ഭഗവാനെ സ്മരിക്കാൻ വേണ്ടിയാണ്. ഏത് സമയത്ത്? ജീവിതാന്ത്യത്തിൽ. ചില ആൾക്കാർ പറയും കുറച്ചുകൂടെ ഒക്കെ പ്രായമായിട്ട് ഇപ്പം നല്ലോണം എൻജോയ് ചെയ്തൊക്കെ ജീവിച്ചതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ ഒക്കെ പ്രായമായിട്ടൊക്കെ ഇതൊക്കെ നോക്കാം. ഭഗവത്ഗീത എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എന്താണ്? പിന്നെ പ്രായമായവർക്ക് വേണ്ടിയുള്ളതാണ്. അതൊക്കെ എന്താ ചില പിന്നെ വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയുള്ള. അത് തന്നെയല്ല, ചില ആൾക്കാർ പറയും ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഭഗവത്ഗീത വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയൊക്കെ ഒരുപാട് മിഥ്യാധാരണകളാണ്. ഭഗവത്ഗീതയെക്കുറിച്ചും ഭഗവാനെ കുറിച്ചും എല്ലാത്തിലും നമുക്ക് മിഥ്യാധാരണകളാണ്. കാരണം നമ്മൾ ഒന്നും അടിസ്ഥാനപരമായിട്ട് പഠിക്കുന്നില്ല. ചില ആൾക്കാർ ഭഗവത്ഗീത കണ്ടിട്ടുണ്ടെങ്കിൽ "യോ, എനിക്ക് ഭഗവത്ഗീത എല്ലാം അറിയാമെന്ന്" പറയും. പക്ഷെ അതല്ല, നമ്മൾ ഇന്നും ഭഗവത്ഗീത ഞാൻ എപ്പോഴും ആലോചിക്കും, ഓരോന്നും എടുത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് വായിച്ചിട്ടുള്ളത് പഠിച്ചിട്ടുള്ളതാണെങ്കിൽ തന്നെയും ഓരോരോ പുതിയ പുതിയ കാര്യങ്ങളാണ് നമുക്ക്. അതാണ് ഭഗവത്ഗീത യൗവനം, എപ്പോഴും നവമാണ്, പുതിയതുപോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് കാരണം എന്ന് വെച്ചാൽ ഭഗവാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു എന്തെങ്കിലും അതിനും ആരെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതാണ് യഥാരൂപത്തിൽ തന്നെയാണ്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാനുള്ള ആ ബുദ്ധിശക്തി നമ്മൾ ഓരോ ദിവസം കഴിയും തോറും അത് വികസിപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ അതിനെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോ നമുക്ക് ജീവിതാന്ത്യത്തിൽ ഭഗവാനെ സ്മരിക്കണം, സ്മരിച്ച് നമ്മുടെ ശരീരത്യാഗം ചെയ്യണം. അപ്പൊ അതാണ് അന്തകാലീച്ച മാമേവ സ്മരൺ മുക്ത കളേവരം യപ്രയാതി മദ്ഭാവം യാതിനാ തത്ര സംശയ എന്ന് ഭഗവാൻ പറയുന്നത്. അതായത് 8ാമത്തെ അധ്യായത്തിൽ 5ാമത്തെ ശ്ലോകമാണ്. മരണസമയത്ത് കൃഷ്ണനെ സ്മരിക്കുന്നവൻ കൃഷ്ണനിലേക്ക് പോകും. കൃഷ്ണ രൂപത്തെ സ്മരിക്കണം. അതാണ് ശ്യാമസുന്ദര രൂപം. പ്രേമാഞ്ചന ചുരിത ഭക്തി വിലോചനേന സന്താ സദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമസുന്ദരം അചിന്യ ഗുണസ്വരൂപം ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി എന്ന് ബ്രഹ്മദേവൻ പറയുന്നത് അതുകൊണ്ടാണ്. പ്രേമത്തിന്റെ അഞ്ജനം എഴുതിയ കണ്ണുകൾ കൊണ്ട് നമ്മൾ ഭഗവാനെ കാണണം. ഭഗവാന്റെ രൂപത്തെ നമ്മൾ ദർശിക്കണം. ആ ഭഗവാന്റെ ആ രൂപത്തെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ധ്യാനിക്കണം. ആ സ്മരണ നമ്മൾ നിലനിർത്തണം. അത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നിലനിർത്തി ഭഗവത് നാമം ജപിച്ച് നമ്മൾ ഭഗവത് സ്മരണ നിലനിർത്തിയാൽ മാത്രമേ നമ്മളത് അതാണ് ഭഗവാൻ പറയുന്നത്, അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ ചഞ്ചലം ഹി മന കൃഷ്ണ പ്രമാധി ബലഭദ്രഡമെന്ന് പറഞ്ഞു അർജുനൻ പറയുമ്പം കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്ന പരിഹാരം എന്താണ്? അഭ്യാസം ചെയ്യൂ. നീ നിരന്തരമായ അഭ്യാസത്തിലൂടെയും അതുപോലെ തന്നെ പിന്നെ നിസ്സംഗതയിലൂടെയും. നിസ്സംഗത എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒന്നിനോടും ആസക്തി ഇല്ലാതിരിക്കുക. ഒന്നിനോടും ഭൗതികമായിട്ടുള്ള ഒന്നിനോടും ആസക്തി വെച്ച് പുലർത്താതെ ഭഗവത് കാര്യങ്ങളിൽ എപ്പോഴും എന്താ പറയാ അഭ്യാസം ചെയ്യുക. നിരന്തരമായ നാമജപം, നിരന്തരമായ ഭഗവത് കീർത്തനങ്ങൾ, നിരന്തരമായ ശാസ്ത്ര പഠനങ്ങൾ, നിരന്തരമായുള്ള ശ്രവണം. അപ്പൊ ഇതൊക്കെ നിരന്തരമായി നമ്മൾ ചെയ്യുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ അഭ്യാസം. കുട്ടികളായാലും വീട്ടിൽ വന്നിരുന്ന് അഭ്യാസം ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്ക്, ഹോംവർക്ക് ചെയ്ത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അങ്ങനെ നിരന്തരമായ അധ്വാനം, കുറച്ച് അധ്വാനം വേണം അതിന്. അധ്വാനത്തിലൂടെ നമുക്ക് ഭഗവാനെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരാളിന് അപ്പൊ നമ്മുടെ ജീവിത ലക്ഷ്യം നമ്മൾ പ്രാപ്തമാക്കണം. ഭഗവാൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, നീ തീർച്ചയായിട്ടും എൻ്റെ അരികിൽ വരും, നിനക്ക് എൻ്റെ ധാമത്തെ ഭഗവാൻ അഡ്രസ്സൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് നേരിട്ട് അങ്ങ് ചെന്നാൽ മതി. പക്ഷെ അതിന് ചില ക്വാളിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ ഈ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യണം. അതുകൊണ്ടാണ് ഭഗവാനെ സ്മരിക്കണം. ഭഗവാനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. പിന്നെന്താ നമ്മുടെ കുലശേഖര ആൾവാർ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞെന്ന് തോന്നുന്നു, കുലശേഖര ആൾവാർ പറയുന്നുണ്ട്, കൃഷ്ണസ്തുതീയ പദ പഞ്ചര പഞ്ചരാംഗം അദ്വൈവമേ വിശതു മാനസ രാജഹംസ പ്രാണപ്രയാണ സമയേ കഫവാദപിത്തൈഃ കണ്ഠാവരോധന വിധൗ സ്മരണം കുതസ്തേ. ഭഗവാനെ, എൻ്റെ മനസ്സാകുന്ന രാജഹംസം ഇപ്പോൾ തന്നെ അങ്ങയുടെ പഞ്ചരാന്തം, അങ്ങയുടെ പാതാരവിന്ദ കൃഷ്ണ ത്വദീയ പദപങ്ക്, അതായത് ഭഗവാന്റെ 2 പാദങ്ങൾ, അതാണ് ത്വദീയ. ആ 2 പാദങ്ങളിൽ എൻ്റെ മനസ്സാകുന്ന രാജഹംസ ഇപ്പോൾ തന്നെ വന്നു ഇരുന്നോട്ടെ. അവിടെ ഭഗവാന്റെ പാദങ്ങള് എൻ്റെ ആ കൂട്ടിനുള്ളിൽ, അതാണ്. ഇപ്പം സന്ധ്യയാകുന്ന ഉടനെ താമരപ്പൂ ഇങ്ങനെ പൂമ്പും, അതായത് അത് അടയും. അതേപോലെ ഞാനും അങ്ങനെ ഇരുന്ന് വന്ന് പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിച്ചോട്ടെ. ഞാൻ കുറെ കൂടി ഇപ്പൊ എനിക്ക് ഭഗവാനെ സ്മരിക്കാനും ഭഗവാന്റെ നാമം ജപിക്കാനും ഒക്കെയുള്ള ശക്തി ഇപ്പൊ എനിക്കുണ്ട്.
കുറെ കഴിയുമ്പം കഫം, വാതം, പിത്തം ഈ പറഞ്ഞിട്ടുള്ള രോഗങ്ങൾ എന്നെ ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെയൊക്കെ ശല്യം കൊണ്ട് ഭഗവാനെ സ്മരിക്കാൻ എവിടെയാണ് എവിടെയാണ് പറ്റുക? സ്മരണം സാധ്യമല്ലാതെ വരും. അപ്പൊ അതുകൊണ്ട് എനിക്ക് സ്മരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ ഞാൻ റെഡിയാണ് ഭഗവാന്റെ പാദങ്ങളിൽ എത്താനെന്നാണ് കുലശേഖര ആൾവാർ പറയുന്നത്. അതുപോലെ നമ്മൾ ഭഗവാന്റെ കൃഷ്ണരൂപം സ്മരിക്കണം. ആ രൂപം സ്മരിച്ചുകൊണ്ട് ശരീരത്യാഗം ചെയ്താൽ തീർച്ചയായിട്ടും ആത്മീയ സാമ്രാജ്യത്തെ പ്രാപിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ അത് എന്ന് പറയുന്നത് ആ പരമമായിട്ടുള്ള അതായത് മദ്ഭാവം എന്ന് വെച്ചാൽ എന്താണ്? എൻ്റെ ഭാവത്തെ പ്രാപിക്കും. യപ്രയാതീസ മദ്ഭാവം. അപ്പൊ എൻ്റെ ആ ഭാവത്തെ തന്നെ പ്രാപിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പം ഭഗവാന്റെ സ്വരൂപം എന്ന് പറയുന്ന ശാശ്വതമാണ്, ജ്ഞാനപൂർണമാണ്, ആനന്ദമയമാണ്. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ ശരീരം എന്താണ്? അത് അസത്, അചിത്, നിരാനന്ദം. അതാണ്. അപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് സത്, ചിത്, ആനന്ദമാണ്. ഇപ്പോഴുള്ള നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അസത്താണ്, പിന്നെ ശാശ്വതമല്ല, നശ്വരമാണ്, ജ്ഞാനപൂർണമല്ല, അജ്ഞാനപൂർണമാണ്. നമുക്ക് ആത്മീയ സാമ്രാജ്യത്തെ കുറിച്ച് ഒന്നും അറിയില്ല, ജ്ഞാനമില്ല. അപ്പൊ അതേപോലെ തന്നെ അതുകൊണ്ട് നമ്മുടെ മനസ്സും ശരീരവും നമുക്കെല്ലാം എന്താണ്? നിരാനന്ദമാണ്. നമുക്ക് എപ്പോഴാണ് എത്ര പേർക്ക് 24 hours സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്നു? നമ്മൾ കൃഷ്ണാബോധത്തിലുള്ളവർ നാമം ജപിക്കുമ്പോഴും അതുപോലെ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോഴും ഭഗവാന്റെ കീർത്തനം ചൊല്ലുമ്പോഴും ഒക്കെ നമുക്ക് അത്രയും സന്തോഷവും ആനന്ദവും ഒക്കെ കിട്ടും. പിന്നെ ഭൗതിക ലോകത്തിലേക്ക് നമ്മൾ തിരിച്ച് വീട്ടിലൊക്കെ വന്ന് ഓരോ വീട്ടിലെ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആകുമ്പോൾ നമ്മുടെ മനസ്സ് പിന്നെയും ഡൗൺ ആകും. അപ്പൊ എന്ന് പറയുന്നത് പക്ഷെ എപ്പോഴും നമ്മൾ ശാശ്വതമായി തന്നെ അത് നിലനിർത്താനായിട്ട് ശ്രമിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഭഗവത് സ്മൃതിയോടെ, പരമദിവ്യ പുരുഷോത്തമന്റെ സ്മൃതിയോടെ വേണം നമുക്ക് ആ ജീവിതത്തിലെ ഓരോ ദിവസവും നമ്മൾ പരിശീലിക്കുന്നതനുസരിച്ച് നമുക്കതിനെ പിന്നെ എന്താ പറയാ, നമ്മുടെ മനഃശക്തി ഉണ്ടാകും. നമ്മുടെ മനസ്സിന് അത്രമാത്രം ശക്തിയോടുകൂടി ഇതിനെ അത് ഭഗവാന്റെ നാമത്തെയും രൂപത്തെയും ലീലകളെയും ഒക്കെ നമുക്ക് സ്മരിക്കാനും അതുപോലെ തന്നെ ആ എന്താ പറയാ, നമ്മള് മരണസമയം എത്തുമ്പോൾ അന്ത്യേ നാരായണ സ്മൃതി, ആ അന്ത്യകാലത്ത് അതാണ് അന്തകാലേശ മാമേവ, ആ അന്ത്യകാലത്ത് ശരീരം ത്യജിക്കുന്ന പിന്നെ സച്ചിദാനന്ദ സ്വരൂപത്തെ പ്രാപിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ നമുക്കിവിടെ നിർത്താം, ബാക്കി അടുത്ത ആഴ്ചയിൽ എടുക്കാം. കാരണം ഇത് ഭഗവത്ഗീതയുടെ അവതാരിക എന്ന് പറയുന്നത് അത് നമ്മൾ ശരിക്കും പഠിച്ചിട്ടാണ് ഭഗവത്ഗീത പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് ഭഗവത്ഗീത മനസ്സിലാക്കാൻ പറ്റും. ഭഗവത്ഗീത വളരെ കുറച്ച് ടഫായിട്ടുള്ള ഫിലോസഫിയാണ്. പക്ഷെ എന്നാലും നമ്മളത് മനസ്സിരുത്തി വായിച്ചു പഠിച്ച് നമ്മളത് മനസ്സിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയം കൊണ്ട് അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ആ തത്വങ്ങളെ പകർത്താൻ പറ്റും. ഭഗവാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ 100% അനുസരിച്ച ആളാണ് അർജുനൻ. അപ്പൊ നമുക്ക് 100% അല്ലെങ്കിലും പ്രഭുപാദ പറയുന്ന പോലെ ഒരു 70% എങ്കിലും നമ്മൾ അതിനെ അംഗീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ബാക്കിയുള്ള പെർസെൻറ്റേജ് നമ്മളെ ആചാര്യന്മാര് സഹായിക്കും ഭഗവാന്റെ അടുത്ത് എത്താനായിട്ട്. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പറയാനുണ്ടോ? പ്രഭുവിന് എന്തെങ്കിലും ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഇന്നത്തെ ക്ലാസ്സിലുണ്ട് അത് ചോദിക്കാം മാതാജിയോട്. ഹരേ കൃഷ്ണ. എല്ലാവരും ഉറങ്ങിയോ? ആരും കാണുന്നില്ലല്ലോ. ഇന്ന് ലേറ്റ് ആയിട്ട് തുടങ്ങിയത് കാരണം ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞത് 6 മണിക്കാണ്. അതുകൊണ്ട് 6 ഉം 2 8:30, നാട്ടിലത്തെ 8:30. സൂം അവിടെ വെച്ചിട്ട് എനിക്ക് ഓഫീസിൽ വെച്ചിട്ട് ഓൺ ആക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ഓൺ ദ വേയിലാണ്, വണ്ടിയിൽ ഇരുന്ന സമയത്താണ് അത് ഓൺ ആക്കിയത്. അപ്പൊ അതുകൊണ്ടാണ് ആ സമയത്ത് സംസാരിക്കാനൊന്നും പറ്റാഞ്ഞത്. ഇപ്പം ഇവിടുത്തെ സമയം 7:30 ആയതേ ഉള്ളൂ. അല്ല 8:30 ആണെങ്കിൽ അതായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം സന്ധ്യക്ക് നമ്മൾ എല്ലാവരും വിളക്ക് കത്തിച്ച് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതില്ലേ. അപ്പൊ 8:30 ആയിരിക്കും കുറച്ചുകൂടെ
റീസണബിൾ അല്ലേ? ടൈം. ചിലര് എല്ലാരും ഉറങ്ങും. ഉറക്കം 8:30 വരുന്നത് ഉറങ്ങിയില്ല ഉറങ്ങിയില്ല. അതല്ലേ. ചിലർക്കൊക്കെ എങ്ങനെയാന്ന് പറയാ, അവരുടെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കാനായിട്ട് പോകേണ്ടി വരും അവരുടെ ഭർത്താക്കന്മാർക്കും ഒക്കെ. കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി അതെ. കൊടുക്കാനൊക്കെ പോകേണ്ടി വരും. അതുകൊണ്ടാണ് നേരത്തെ കുഴപ്പമില്ല. നിർത്തുന്നത്. ഇപ്പൊ 6:30-ക്കാണ്. 6:30 കറക്റ്റ് സമയം. ഈ സമയം മതി. 6:30 ഇപ്പൊ കറക്റ്റ് സമയം തന്നെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. കുഴപ്പമില്ല, നമ്മളിതെല്ലാം കേട്ടോണ്ടിരിക്കല്ലേ, സംശയം ഇപ്പോഴൊന്നും പറയാനില്ല. അതെ. ഓക്കെ. അപ്പം മാതാജി ഒരുപാട് താങ്ക്സ്. മാതാജി ഇത്രയൊക്കെ പ്രതിസന്ധിയിലായാലും മാതാജി വന്ന് വീണ്ടും ക്ലാസ് എടുത്തു. ഇന്നലെ അതെന്താ പറ്റുമെന്ന് ഞാൻ ട്രാവലായിരുന്നു. അപ്പം ഇന്ന് കയറിയവരോട് ഒന്നുകൂടെ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. കാര്യം ഞാൻ ട്രാവലായിരുന്നു. അതെ അതെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് സൂം ഓണാക്കാൻ പറ്റത്തില്ല, ഫ്ലൈറ്റിലായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ട് 4-5 പേര് അപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളതാണ് എനിക്ക് ഭയങ്കര സന്തോഷം. നിങ്ങളെ വെറുതെ ഞാൻ അഭിമാനിക്കുന്നു. കാര്യം ഞാൻ ദോഹയിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ വെറുതെ ഒന്ന് ഓണാക്കി നോക്കിയതാണ്. അപ്പൊ എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജും എനിക്ക് വന്നിരിക്കുന്നു അത് ശരി. ആൾക്കാര്. അപ്പൊ നിങ്ങളൊക്കെ എത്രമാത്രം ഇൻട്രസ്റ്റഡ് ആണ് എന്ന് ഞാൻ ആലോചിച്ചു പോയി. അപ്പൊ അതുപോലെ എന്നിട്ട് ഞാൻ ഓണാക്കി കഴിഞ്ഞപ്പോ 5-6 പേര് വീണ്ടും ഇരിക്കുന്നു. എനിക്ക് ഭയങ്കര അതിശയം തോന്നി. ഇത്രയും നേരം നിങ്ങൾ ആ ക്ലാസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തല്ലോ. ഏകദേശം ഒരു തുടങ്ങേണ്ട സമയം 1.5 hours കഴിഞ്ഞിട്ടും ആൾക്കാർ വെയിറ്റ് ചെയ്ത് ഓർത്ത് കഴിഞ്ഞപ്പോ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ ഓർത്ത് അഭിമാനിക്കുന്നു. ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രണമിക്കുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് മാലിനി മാതാജിയെ വിളിച്ചിരുന്നു. വിളിച്ചപ്പം മാതാജി ഇതുപോലെ പറഞ്ഞു, അഡ്മിൻ ആയിട്ട് ലോഗിൻ ചെയ്യണമായിരുന്നു. മാതാജിക്ക് അത് അറിയില്ലായിരുന്നു. ഞങ്ങൾ സാധാരണഗതിയിൽ ഹോസ്റ്റിനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. അത് ഞാൻ ലോഗിൻ ചെയ്താലേ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ സൂം ഓൺ ആക്കിയിട്ട് ലോഗിൻ സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ യൂസർ നെയിമും പാസ്വേഡും അടിച്ചിട്ട്. അപ്പൊ ഞാനത് മാതാജിക്ക് അറിയാമായിരിക്കും എന്നാണ് വിചാരിച്ചത്. മാതാജി ക്ലാസ് ഒക്കെ എടുക്കുന്നത് കൊണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പൊ അത് അല്ലെങ്കിൽ ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സാധാരണ സമയം ഗൂഗിൾ മീറ്റ് കിട്ടിയില്ല. എടുക്കാറ്. പിന്നെ മറ്റുള്ളവര് സൂം മീറ്റ് അയച്ചു തരും. അങ്ങനെ ക്ലാസ്സിൽ കയറാറ് പതിവ്. ഞാൻ ഇത് ചെയ്തിട്ടില്ലായിരുന്നു. അതെ അതെ. അപ്പൊ ഇങ്ങനെ അപ്പൊ അതുകൊണ്ടാണ് ഗൂഗിൾ മീറ്റ് ഒക്കെ ആണെങ്കിൽ എളുപ്പമാണ്. ഇതൊരു കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അഡ്മിൻ ആകണമെങ്കിൽ അത് സൈൻ ഇൻ ചെയ്യണം. നമ്മളുടെ സിസ്റ്റത്തിലാകുമ്പോൾ എപ്പോഴും അത് സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും അത് ലോഗിൻ ആണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആകും. എന്റെ കമ്പ്യൂട്ടറിലാണ്. വേറൊരാള് അവരുടെ സിസ്റ്റത്തിൽ അഡ്മിൻ ആകണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ അതേ ലിങ്ക് വർക്ക് ചെയ്യത്തുള്ളൂ മറ്റൊരാളുടെ സിസ്റ്റത്തിൽ. അങ്ങനെയാണ്. അപ്പൊ എന്തായാലും ഇനി ഇതിന്റെ പാർട്ട് 3 അടുത്ത വെള്ളിയാഴ്ച ഇതുപോലെ 6:30-ക്ക് ഉണ്ടായിരിക്കുന്നതാണ്. 6:30-ക്ക് പാർട്ട് 3. അപ്പം എല്ലാവരും വീണ്ടും കയറുക. പാർട്ട് 3 കാര്യം ഓവർവ്യൂ മാതാജി പറഞ്ഞ ഓവർവ്യൂ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരു ശരിയായിട്ടുള്ള നമ്മുടെ ഭഗവത്ഗീത എന്തിനാണ് പഠിക്കുന്നത് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ വരുള്ളൂ. അപ്പൊ അങ്ങനെ ഓവർവ്യൂ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുക. അതിന് ശേഷം ഭഗവത്ഗീത നമുക്ക് 1-ാമത്തെ ശ്ലോകം തൊട്ട് പഠിച്ചു തുടങ്ങാം. കാര്യം ഭക്തി വിഷയത്തിൽ പല ശ്ലോകങ്ങളും നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ ഇനി ആധികാരികമായിട്ട് പഠിക്കാൻ പോവാണ് ഓരോ ശ്ലോകത്തെയും പറ്റി. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി വിശദമായിട്ട് മനസ്സിലാക്കാം. അത് ശ്ലോകങ്ങൾ എടുക്കുന്ന ഒരു ഓർഡർ ഉണ്ട്. ഇത്ര ശ്ലോകങ്ങൾ ഒരുമിച്ച് എടുക്കാമെന്നുള്ള. അപ്പൊ അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ജയഗോപാൽ പ്രഭു തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പം നമുക്കിനി തുടർന്ന് അങ്ങോട്ട് നിങ്ങളെല്ലാവരും അതുപോലെ ആരെങ്കിലും ഇനി കയറാനുണ്ടെങ്കിൽ അവരെയൊക്കെ നിങ്ങൾ ക്ഷണിച്ചോളൂ. കാര്യം പുതിയ ക്ലാസ് തുടങ്ങുമ്പോൾ മുതൽ കയറുവാണെങ്കിലേ ഉള്ളൂ നമുക്ക് പൂർണ്ണമായിട്ട് അതിന്റെ ആ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. നിങ്ങളുടെ പരിചയത്തിലൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. അപ്പൊ അവർക്കൊക്കെ അതിന്റെ ആ ഒരു ബെനിഫിറ്റ് കിട്ടട്ടെ. ഭഗവാന്റെ ഒരു മെർസി ഉണ്ടാകട്ടെ അവർക്കെല്ലാം തന്നെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യഃ വച പദാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നന്ദകോടി വൈഷ്ണവന്തിക്ക് ജയ്. നമോ നമഃ. നന്ദകോടി വൈഷ്ണവവൃന്ദയ്ക്ക് ജയ്. അപ്പൊ എല്ലാവർക്കും പ്രണാമം. അപ്പൊ എല്ലാവരും ഇത്രയും നേരം കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. നന്ദി. ഹരേ